ഹല്ലേലൂയ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഗദസമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ഗദസമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമായി കാൽവറി മലയും എന്നെ ഓർത്തു സഹിച്ചു. അതിദാരുണമായി കാൽവറി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ലായേ, മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ലായേ, ദയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. അങ്ങേ സ്നേഹിക്കുവാൻ, അങ്ങേ സാക്ഷിക്കുവാൻ, എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. അങ്ങേ സ്നേഹിക്കുവാൻ, അങ്ങേ സാക്ഷിക്കുവാൻ, എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാൽ 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 കൃപയാൽ, കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപയാൽ, കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപയാൽ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ലായേ, ദയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ,
മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. थैंक यू जीसस, हालेलुया. और शाम के समय में हमें बोलने के लिए कुछ भी योग्यता नहीं है, लेकिन परमेश्वर की कृपा, उसके अलावा हमारे जिंदगी में और कुछ भी बोलने के लिए नहीं है. आज रात को हमें और एक बार परमेश्वर के हाथों में समर्पण करेंगे. हालेलुया. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. थैंक यू जीसस, हालेलुया. धन्यवाद परमेश्वर, आपकी महान उपस्थिति के लिए हम आपको धन्यवाद देते प्रभु. आपकी सारे करुणा कृपा के लिए हम आपको धन्यवाद देते प्रभु. सारे आदर महिमा और जलाल केवल आपको ही मिलने पाए परमेश्वर. प्रार्थनाओं को तूने सुना, इसके लिए धन्यवाद देते हैं यीशु मसीह के मधुर मीठे नाम से. आमेन, आमेन, आमेन. രാത്രിയിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം തന്ന സമയത്തെ ഓർത്ത് ഞാൻ വളരെ വളരെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. और परमेश्वर के दास पास्टर राजू का मैं धन्यवाद करता हूं मेरे इंट्रोड्यूस करने के लिए मुझे, और इस रात के समय आप लोगों के साथ जो प्रभु ने अवसर दिया, इसलिए मैं प्रभु परमेश्वर का धन्यवाद स्तुति करता हूं. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് ഈ സൂം മീറ്റിംഗിൽ സമ്മേളിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഈ പ്രതികൂല കാലത്തും ദൈവം നമ്മെ പരിപാലിക്കുന്ന അവന്റെ കൃപയെ ഓർത്ത് ഞാൻ വളരെ ദൈവത്തെ സ്തുതിക്കുന്നു. और विभिन्न स्थानों से बैठकर हम एक साथ मिलकर इस जूम के प्लेटफॉर्म के जरिए परमेश्वर की नाम की महिमा और स्तुति करने के लिए एक अच्छा अवसर परमेश्वर ने हम सबको दिया, इसलिए मैं प्रभु परमेश्वर का धन्यवाद स्तुति करता हूं. നാഗ്പൂരിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുള്ള പാസ്റ്റർ PJ തോമസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പൂനെയിൽ നിന്നും അതുപോലെ ദേവദാസൻ സന്തോഷ് ജോയ്, ബോംബെയിലുള്ള അനേക ദേവദാസന്മാർ ഉണ്ട് എന്ന് എനിക്കറിയാം. അവരെ ഓരോരുത്തരെയും പേര് പറയുവാൻ ഞാൻ സമയമെടുക്കുന്നില്ല, പക്ഷെ നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ വളരെ വളരെ സ്തുതിക്കുന്നു. और कई परमेश्वर के दास लोग आज हमारे साथ जुड़े हुए हैं, नागपुर से, पूना से, मुंबई के विभिन्न स्थानों से कई परमेश्वर के दास लोग हमारे साथ आज है. सबका नाम लेना जो है संभव नहीं है, लेकिन परमेश्वर हम सबको जो है एक साथ अनुग्रह करने पाए. അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ലീഡ് ചെയ്ത പാസ്റ്റർ ജിജോ ആൻഡ് ഫാമിലി ഇവിടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. और गीतों के जरिए आराधना में मदद किए हुए परमेश्वर के दास जिजो और उनके परिवार को परमेश्वर बहुतायत से अनुग्रह करने पाए. Praise the Lord. ചില ദിവസങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ രാജു പി നായരുമായി സംസാരിച്ചപ്പോൾ ഈ മീറ്റിംഗിനെ കുറിച്ച് താൻ എന്നോട് പറയുകയും ഈ ഒരു ദിവസം അതിനായി ഫിക്സ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് നിങ്ങളോടൊപ്പമായിരിക്കാൻ കർത്താവ് അവസരം നൽകിയത്. और कुछ दिन पहले परमेश्वर के दास पास्टर राजू पी नायर से मेरी बातचीत हुई, और उस समय परमेश्वर के दास ने मुझे इस सभा के लिए आमंत्रित किया, और इस तारीख को हमने निश्चय किया, और उसके प्रकार से जो है आज हम परमेश्वर की उपस्थिति में इस सभा में शामिल हुए हैं. പാസ്റ്റർ രാജുവിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തനിക്കും ശാരീരികമായ ചില അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അതിന് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു. കർത്താവ് സൗഖ്യം നൽകി ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാനായി കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. और मैं परमेश्वर के दास पास्टर राजू पास्टर के लिए मैं प्रभु का धन्यवाद करता हूं. कुछ दिन पहले जो है वो शारीरिक तौर से बड़े निर्बल थे, और कई प्रकार का इलाज उनके शरीर में हुआ. परमेश्वर ने तंदुरुस्ती के साथ, अनुग्रह के साथ हमारे बीच में लाया है और इस सभा में शामिल है, इसलिए मैं परमेश्वर का धन्यवाद स्तुति करता हूं. കോവിഡ് രോഗം വളരെ ബാധിച്ചിട്ടുള്ള ഒരു സംസ്ഥാനത്താണ് നിങ്ങൾ ജീവിക്കുന്നത്, ഒരു പട്ടണത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കർത്താവിന്റെ കരം അതിന്റെ മധ്യത്തിലും ദൈവജനത്തെ പരിപാലിക്കുന്നവന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. और ये कोविड
की बीमारी बहुत ज्यादा फैली हुई एक महान शहर में हम सब रहते हैं, आप लोग रहते हैं, ये मुझे बहुत अच्छे से मालूम है। लेकिन इन सब के बीच परमेश्वर हमें संभाले रखा है और अनुग्रह के साथ वो हमें चला रहा है। അവൻ നമുക്ക് പരിചയം പലകയുമായി നമ്മെ ചുറ്റി പരിപാലിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നതിന്റെ രഹസ്യം. और वो हमारा ढाल और हमारी सुरक्षा देने वाला परमेश्वर है, इसलिए बड़ी खुशी के साथ हमारे परमेश्वर का आज हम धन्यवाद कर सकते हैं. നമുക്ക് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്ത് സ്തുതിക്കാം. आइए हम मिलकर हाथों को उठाकर परमेश्वर का धन्यवाद करेंगे. हालेलुया. എത്ര മനോഹരമായ ഒരു സമയമാണ്. ഒരുമിച്ച് കൂടുവാൻ കഴിഞ്ഞില്ലെങ്കിലും ആത്മാവിൽ ഐക്യതപ്പെട്ട് വിവിധ ഇടങ്ങളിൽ ഭവനങ്ങളിൽ തന്നെ ഇരുന്നു കൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാനും നമ്മെ സൃഷ്ടിച്ചവനും വല്ലഭനും നമ്മെ നടത്തുന്നവനുമായ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് അല്പസമയം ചെലവഴിപ്പാനും ലഭിക്കുന്നു എന്നുള്ളത് വളരെ വളരെ ഭാഗ്യകരമായ ഒരു സമയമാണ്. और कितना ही सुंदर समय है. हम विभिन्न देशों में विभिन्न जगहों में बैठे हुए हैं, लेकिन प्रभु की आत्मा में एक होकर हम स्तुति आराधना करते हुए आज इस सभा में शामिल है. ये कितना सौभाग्य है और बड़ी आनंद की बात है. आइए हम मिलकर परमेश्वर का धन्यवाद करते रहेंगे. ഹല്ലേലൂയ. IPC നോർത്തേൺ റീജിയന്റെ പ്രവർത്തനം വളരെ അനുഗ്രഹമായി മഹാരാഷ്ട്രയിലും നടക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും സഭകളെയും ദൈവജനത്തെയും ഓർത്ത് ഞാൻ ദിവസം തോറും പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് വളരെയധികമായി അനേക ആത്മാക്കളെ തന്ന് ഈ അവസരത്തിൽ ദൈവം സഭയെ വളർത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. और IPC नॉर्थर्न रीजन की सेवकाई कई जगहों पर बहुत अच्छे तरीके से परमेश्वर अनुग्रह तरह से चला रहा है. वैसे ही वेस्ट जोन की कलीसियाओं को भी परमेश्वर आशीषित तौर से चला रहा है, ये मेरा विश्वास है. और इनके अगुवाई करने वाले सारे परमेश्वर के दासों के लिए मैं प्रभु का धन्यवाद और स्तुति करता हूं. തിരുവചന ധ്യാനത്തിനായി കൊലോസ്യ ലേഖനത്തിൽ നിന്ന് ഒരു ഭാഗമാണ് എന്റെ ഹൃദയത്തിൽ ദൈവം പ്രകാശിപ്പിച്ചിട്ടുള്ളത്. और आज की वचन की मनन के लिए कोलोसियों की पुस्तक से एक वचन जो है परमेश्वर की आत्मा ने मेरे अंदर प्रकाश डाला है. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ അവസാനത്തെ അധ്യായമാണ്. ആ അധ്യായത്തിൽ നിന്നുള്ള ചില ചിന്തകളാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. और कुलूसियों की पुस्तक उसके 4था अध्याय जो उस पुस्तक का अंतिम अध्याय है, उनमें से कुछ वचनों को लेकर जो है आपसे कुछ बातें करने के लिए प्रभु की आत्मा मुझे अगुवाई करती है. ആദ്യമായി 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആരെങ്കിലും ഒരാൾ അത് വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. और उसके दूसरे वचन से लेकर 6वें वचन तक हम पहला पढ़ेंगे. कोई उस वचनों को पढ़कर सहायता करेंगे. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവീൻ. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. കൊലോസ്യ ലേഖനം എഴുതി അവസാനിപ്പിക്കുന്നതിനു മുമ്പ് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യയിലുള്ള വിശ്വാസികളെ അറിയിക്കുന്ന സുപ്രധാനമായ ഒരു ഭാഗമാണ് നാം വായിച്ചത്. और कुलोसियों की पुस्तक इस पुस्तक को समाप्त करने से पहले कुछ खास बातें वहां के विश्वासियों से प्रेरित पौलोस कहना वो अनिवार्य जानकर उन्हें ये लिख रहा है. ചില നിമിഷങ്ങൾ മാത്രം ഈ ഭാഗത്തെ കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചിട്ട് ഇതിന്റെ
അടുത്ത പാരഗ്രാഫിലേക്ക് പോകുവാനാണ് പ്രധാനമായും ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ 4-5 വാക്യങ്ങളിൽ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിന് നാം വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. और खास करके जो है इन वचनों को मैं पढ़ा हूं, कुछ समय इस वचन का विवरण देने के बाद इसके मुख्य वचन की ओर मैं बढ़ना चाहूंगा. जो है खास इन बातों के ऊपर थोड़ा सा. ഈ ലോക്ക്ഡൌൺ കാലത്തും കോവിഡ് കാലത്തും മനുഷ്യരാകെ പരിഭ്രാന്തരായിരിക്കുന്ന ഈ കാലത്തും നാം എങ്ങനെ ആയിരിക്കണം, എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ചുള്ള സംക്ഷിപ്തമായ ഒരു നിർദ്ദേശമാണ് അപ്പോസ്തലൻ നാം വായിച്ച ഭാഗത്ത് നൽകുന്നത്. और इन लॉकडाउन के दिनों में और इस बीमारी महामारी के विपत्तियों के दिनों में एक परमेश्वर के जन को कैसा व्यवहार करना है और कैसे बातें करनी है और कैसे परिस्थितियों का सामना करना है, प्रेरित पौलोस जो है बड़े अच्छे तरीके से वहां के विश्वासियों को जागरूक करता है. ഞാൻ അതിനെ ഇങ്ങനെ ക്രോഡീകരിക്കുന്നു: നമുക്ക് ദൈവം തന്നിട്ടുള്ള നാവിനെ നാം ഉപയോഗിക്കേണ്ട 4 വിധത്തിലുള്ള കാര്യങ്ങളെയാണ് ഇവിടെ അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുന്നത്. और यहां पर परमेश्वर के दास 4 बातें हमारे जीव के संबंध में हम उसे कैसा इस्तेमाल करना है, उसके 4 बातों को यहां पर वो स्पष्ट करता है. ഒന്നാമത്, നാം നമുക്ക് ദൈവം തന്നിട്ടുള്ള ഭാഷയെ, ജ്ഞാനത്തെ, നാവിനെ ഉപയോഗിക്കേണ്ടത് പ്രാർത്ഥനയിൽ ഉറ്റരിപ്പാനും സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കാനുമാണ്. और पहली बात यह है, जो जीव और जो भाषा और जो काबिलियत परमेश्वर ने हमें दिया है, परमेश्वर की उपस्थिति में बैठकर प्रार्थना करने के लिए और जो है उपासना करने के लिए प्रभु ने दिया है. പ്രാർത്ഥനയിൽ നാം ഉറ്റിരിക്കണം, സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കണം. और वहां पर लिखा है, बड़ी प्रार्थना करते रहो और परमेश्वर में जो है जागरूक बने रहो. ഈ സമയത്ത് പുറത്തെങ്ങും അധികം പോകുവാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ ലോകമാകെ കാണുന്ന വളരെ സന്തോഷത്തോടെ ഓർക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് സഭകൾ ഉണർവോടെ പ്രാർത്ഥനയ്ക്കായി സമയം ചെലവഴിക്കുന്നു എന്നുള്ളത്. और आज के जमाने में पूरी दुनिया के लोग अपने अपने घरों में बंद है, लेकिन परमेश्वर के लोगों को परमेश्वर ने ऐसा एक खास मौका दिया कि पूरी कलीसिया व्यक्तिगत जीवन में बड़ी प्रार्थना के साथ परमेश्वर की उपस्थिति में बैठने का एक बड़ा अच्छा मौका प्रभु ने हम सबको दिया है. ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടെ നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചു തീരുമാനിക്കാം, എനിക്ക് ലഭിച്ചിട്ടുള്ള സമയം ഞാൻ പ്രാർത്ഥനയിൽ ചെലവഴിക്കും. അനേകരെ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് ആ പ്രാർത്ഥന എന്ന ആയുധത്തെ, ശക്തിയുള്ള ആയുധത്തെ ദൈവസന്നിധിയിൽ എടുത്ത് ഉപയോഗിപ്പാൻ തക്കവണ്ണം കർത്താവേ നീ എന്നെ അധികം സഹായിക്കണമേ എന്ന് രാത്രിയിൽ എല്ലാ ദൈവജനവും ഹൃദയത്തിൽ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. और आज मुझे सुनने वाले सारे परमेश्वर के लोगों के दिल में ऐसा एक निर्णय ले कि परमेश्वर तू मुझे जो समयों को देता है उसका सदुपयोग मैं करूंगा, मेरी कलीसिया के लिए, मेरे देश के लिए, जागृति के लिए मैं तुझसे निरंतर प्रार्थना करता रहूंगा. സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. और धन्यवाद पूर्वक प्रार्थना में जागरूक रहो. ഇന്ന് രാത്രിയിലെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഹൃദയം ദൈവസന്നിധിയിൽ ഉയർത്തി ആത്മാർത്ഥമായി വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. കർത്താവേ, ഞാൻ ഇരിക്കുന്ന ഈ സ്ഥലം ഒരു പ്രാർത്ഥന കൂടാരമായി മാറണം, ഒരു പ്രാർത്ഥന ആലയമായി മാറണം. ദൈവ സാന്നിധ്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു സ്ഥലമായി എന്റെ ഈ ഭവനത്തെ, ഞാൻ ഇരിക്കുന്ന ഈ സ്ഥലത്തെ മാറ്റുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനാൽ നീ എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് ദൈവദാസന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. और प्यारे परमेश्वर के लोग, मैं आपसे ये कहना चाहूंगा,
जहां पर हम बैठकर इस सभा में शामिल हैं, हम अपने आप को परमेश्वर के हाथों में सौंपेंगे और प्रभु से निवेदन करेंगे कि परमेश्वर ये कमरा एक परमेश्वर का आराधनालय बन जाए और परमेश्वर मैं तुझसे निरंतर प्रार्थना करता रहूं, ऐसा एक अनुभव तू हमारे जीवनों में दे परमेश्वर। പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. और जो प्रार्थना का उत्तर देने वाले परमेश्वर की हम सेवा करते हैं। ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ചിലർക്ക് വിടുതൽ ലഭിക്കുന്നില്ല. ആ ഭാരം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുമോ? എന്റെ പ്രാർത്ഥന മൂലം ആർക്കെങ്കിലും വിടുതൽ ലഭിക്കാതെ ഇരിക്കുന്നെങ്കിൽ കർത്താവേ നീ എന്നോട് ക്ഷമിച്ച് ആ ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ, ആ വിടുതലിനെ റിലീസ് ചെയ്യുവാൻ നിന്റെ സ്വർഗീയ പദ്ധതിയുടെ ഭാഗമായി ഇന്ന് രാത്രിയിൽ ഉപയോഗിപ്പാൻ ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുക. आज कितने लोगों के दिल में खेद है कि परमेश्वर मेरी प्रार्थना ना करने से बहुत से लोगों को छुटकारा नहीं मिल पा रहा या बहुत लोगों का उद्धार नहीं हो पा रहा, और मैं आज बड़े खेद के साथ मैं अपने आप को समर्पित करता हूं और निर्णय लेता हूं कि मुझे तू प्रार्थना करने के लिए मदद और सहायता कर, ताकि मेरे प्रार्थना के जरिए अनेक लोगों के जीवन में तेरे उद्धार, तेरी योजना, तेरा बड़ा छुटकारा को तू प्रकट करने पाए। ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ്. और परमेश्वर अद्भुत कार्य करता है हमारी प्रार्थना के जवाब के द्वारा। ഇന്നും അവൻ ചെങ്കടലിനെ വിഭജിച്ച് അത്ഭുത വഴികൾ തുറക്കുവാൻ കഴിയുന്നവനാണ്. അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ചിലരുടെ ജീവിതത്തിൽ ചെയ്യുവാൻ അവൻ ശക്തനാണ്. आज भी परमेश्वर जो है महासागरों को विभाजित करके मार्ग खोल सकता है और परमेश्वर के लोगों का प्रार्थना का जवाब वो दे सकता है। മരണകരമായ രോഗം സൗഖ്യം നൽകി കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ ഇന്നും ശക്തനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ നാം ഹൃദയത്തിൽ പരമാർത്ഥതയോടെ ദൈവത്തോട് അപേക്ഷിക്കുന്നുവെങ്കിൽ പട്ടണങ്ങളെ വിടുവിക്കുവാൻ, രാജ്യങ്ങളെ വിടുവിക്കുവാൻ, സംസ്ഥാനങ്ങളെ വിടുവിക്കുവാൻ, ഭാഷകൾക്കാരെ വിടുവിക്കുവാൻ ദൈവം ഇന്ന് രാത്രിയിൽ ഒരു വലിയ പ്രാർത്ഥനയുടെ ചങ്ങലയെ, പ്രാർത്ഥനയുടെ വലിയ ഒരു ശക്തിയെ റിലീസ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. और आज मृत्यु समान बीमारी से पीड़ित होकर बिस्तर की हालत में है, लेकिन परमेश्वर के लोगों की प्रार्थना के द्वारा परमेश्वर अद्भुत चमत्कार कर सकता है और उसे छुड़ा सकता है। और ऐसा एक प्रेरणा हम सबके जीवन में आए, ताकि हमारी प्रार्थना के द्वारा परमेश्वर अपनी महान सामर्थ को हमारे बीच में उंडेल पाए, ताकि बड़े बड़े नगरों को, बड़े बड़े देशों को, विभिन्न भाषा बोलने वाले लोगों को परमेश्वर उद्धार के मार्ग में ला सके। പ്രാർത്ഥനയിൽ പോരാടാൻ തയ്യാറായ ഒരു കൂട്ടം ജനത്തെ ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ബോംബെയിലും മഹാരാഷ്ട്രയുടെ വിവിധ സ്ഥലങ്ങളിലും താമസിക്കുന്ന പ്രിയ ദൈവജനമേ, ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ നോക്കുമ്പോൾ അവിടെ കിടക്കുന്ന ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ പ്രാർത്ഥനയായി ദൈവസന്നിധിയിൽ ഉയർത്തുവാൻ, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുവാൻ, വേദന ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവം അത്ഭുതം റിലീസ് ചെയ്യുവാൻ തയ്യാറാണ്. और आज मुझे सुनने वाले परमेश्वर के लोग, कितने लोग वो प्रार्थना करने के लिए तैयार होंगे, अपने आप को परमेश्वर के हाथों में समर्पित करेंगे। आज परमेश्वर तैयार है तुम्हारी प्रार्थना के द्वारा परमेश्वर अपने सामर्थ को तुम्हारे बीच में उंडेलना चाहता है। ഇന്ന് രാത്രി കൈകൾ ഉയർത്തി ദൈവത്തോട് അപേക്ഷിക്കുമോ? കർത്താവേ, പ്രാർത്ഥിപ്പാൻ നീ എന്നെ സഹായിക്കണമേ, പ്രാർത്ഥിപ്പാൻ നീ എന്നെ പഠിപ്പിക്കണമേ, പ്രാർത്ഥിപ്പാൻ നീ എനിക്ക് അവസരം തരണമേ, പ്രാർത്ഥിപ്പാൻ നീ എനിക്ക് സമയം നൽകണമേ, പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നീ എന്നെ നിറയ്ക്കണമേ എന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുവാൻ ആർക്ക് കഴിയുമോ അവരെ കൊണ്ട് ദൈവം വരുന്ന ദിവസങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ പോവുകയാണ്. और आज कितने लोग इस निर्णय के साथ परमेश्वर की उपस्थिति में बैठेंगे, प्रभु तू मुझे प्रार्थना करने के लिए सिखा,
तू मुझे अवसर दे, मेरे जीवन में मौका दे और मैं बड़ी जागृति के साथ तेरे उपस्थिति में बैठकर प्रार्थना करूं। ऐसे लोगों की प्रार्थनाओं को सुनना परमेश्वर पसंद करता है। ഹല്ലേലൂയ. രണ്ടാമതായി അപ്പോസ്തലനായ പൗലോസ് സഭയെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന കഴിവിനെ നാവ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യേണ്ടുന്ന രണ്ടാമത്തെ കാര്യം സുവിശേഷം പ്രചരിപ്പിക്കുവാൻ നിങ്ങളുടെ നാവിനെ നിങ്ങൾ ഉപയോഗിക്കണം. और दूसरी बात जो हमारे जीव के जरिए परमेश्वर चाहता है, सुसमाचार फैलाने के लिए हमारे जीवों को इस्तेमाल करने के लिए प्रभु कहता है। മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു, എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പേൻ. और उसके तीसरे वचन में वचन कहता है, इसके साथ ही हमारे लिए भी प्रार्थना करते रहो कि परमेश्वर हमारे लिए वचन सुनाने का ऐसा द्वार खोल दे कि हम मसीह के उस रहस्य का वर्णन कर सके जिसके कारण मैं बंदी भी बनाया गया हूं। പുറമേയുള്ള വാതിലുകൾ അടഞ്ഞു കിടക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവം അനേക വാതിലുകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നാം ഓർക്കണം. और बाहरी तौर से बहुत सारे दरवाजे आज बंद हो रहे हैं, लेकिन अंदरी तौर से परमेश्वर बहुत द्वारों को प्रभु खोल रहा है। അനേക ജനങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകളെ ദൈവം ഈ കാലഘട്ടത്തിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. और अनेक दुनिया के लोगों के दिलों के द्वारों को परमेश्वर इन दिनों में खोल रहा है। എന്നാൽ അവരോട് സുവിശേഷം അറിയിക്കുവാൻ ചിലരെ ദൈവത്തിന് ആവശ്യമുണ്ട്. लेकिन उन लोगों के पास जाकर सुसमाचार बताने के लिए प्रभु को कुछ लोग चाहिए। ഇന്ന് രാത്രിയിൽ ദൈവത്തോട് അപേക്ഷിക്കാൻ, കർത്താവെ, സംസാരിക്കേണ്ടതുപോലെ സംസാരിപ്പാൻ, വചനം വെളിപ്പെടുത്തേണ്ടതുപോലെ വെളിപ്പെടുത്തുവാൻ, നീ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യുവാൻ, നീ പറയുന്നത് മാത്രം എന്റെ നാവിലൂടെ പുറത്തു വരുവാൻ, മറ്റുള്ളവരുടെ ഹൃദയത്തെ നിന്നോട് അടുപ്പിക്കത്തക്കവണ്ണം എന്നെ നീ ഉപയോഗിക്കണമേ, എന്റെ നാവിനെ ഉപയോഗിക്കണമേ എന്നിന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. आज रात हम परमेश्वर से प्रार्थना करेंगे, ऐसे लोगों के पास जाकर तेरा जीवन का वचन बताने के लिए, तू जैसा चाहता है वैसा बताने के लिए तू मेरे जीव को इस्तेमाल करे परमेश्वर। तेरे जीवन के वचन को सुनाने के लिए तू मुझे काबिल बना और मुझे संयुक्त बना। ऐसा प्रार्थना हम परमेश्वर से आज करेंगे। മൂന്നാമത്തെ കാര്യം നാം കാണുന്നത് അഞ്ചാമത്തെ വാക്യത്തിലാണ്. പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവാൻ തക്കവണ്ണം നമ്മളുടെ നാവിനെ നാം ഉപയോഗിക്കണം. और तीसरी बात जीव के जरिए जो हमें करना है, उसका 5वां वचन, समय का सदुपयोग करते हुए बाहर वालों के साथ बुद्धिमानी से व्यवहार करो। ഈ കാലഘട്ടത്തിൽ ക്രിസ്തീയ സഭയെ പുറത്തുള്ളവർ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. और आज का जमाना मसीही जगत या कलीसिया के लोगों को बाहर के लोग बहुत गौर से देख रहे हैं। ക്രിസ്തീയ സഭകൾ, വിശേഷാൽ പെന്തക്കോസ്തുകാർ, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന സംഘം എന്താണ് ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നത് എന്നുള്ളത് വീക്ഷിക്കുക മാത്രമല്ല, ലോകം മുഴുവൻ പ്രചരിപ്പിക്കുവാൻ തക്കവണ്ണം തയ്യാറായിരിക്കുന്ന ഒരു സമയമാണിത്. और मसीही कलीसिया के लोग और खास करके पेंतकोस्त ऐसे लोग ऐसी परिस्थितियों में वो क्या कर रहे हैं, उनकी प्रतिक्रिया कैसा है, ये देखने के लिए पूरा संसार हमें देख रहा है। നാം ജ്ഞാനത്തോടുകൂടെ പെരുമാറണം. മറ്റുള്ളവരോട്, പുറത്തുള്ളവരോട് നമ്മളുടെ സംസാരം, നമ്മളുടെ പെരുമാറ്റം, നമ്മളുടെ ഇടപെടലുകൾ, മറ്റുള്ളവരുമായിട്ടുള്ള നമ്മളുടെ ഇന്ററാക്ഷൻ, അതെല്ലാം വളരെ ജ്ഞാനത്തോടും ബുദ്ധിയോടും പരിജ്ഞാനത്തോടും കൂടെ ആയിരിക്കണം എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ സഭകളെ ഓർമ്മിപ്പിക്കുകയാണ്. और आज परमेश्वर की आत्मा सारी कलीसिया और सारे लोगों से यही कहती है, बड़ी बुद्धिमानी के साथ, बड़ी संयम के साथ और बड़ी जो होशियारी के साथ तुम्हारे जीवों का इस्तेमाल करना है और बड़ा जो है अच्छा व्यवहार अब बाहर के लोगों के साथ तुम्हें करना है।
നിങ്ങൾക്ക് ചെയ്യാവുന്ന നല്ല പ്രവൃത്തികളെ സമൂഹത്തിന് വേണ്ടി ചെയ്യണം. और जो तुम अच्छी बातें समाज के लिए कर सकते हो वो तुम्हें करना है. നിങ്ങൾക്ക് തന്നിരിക്കുന്ന കഴിവുകളെയും വിഭവങ്ങളെയും പണത്തെയും സമയത്തെയും എല്ലാം ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രതിഫലിച്ച കൂടാതെ മറ്റുള്ളവരെ സഹായിപ്പാൻ തക്കവണ്ണം നാം ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. और जो परमेश्वर अनुग्रह तुम्हें दिया है, तुम्हारी काबिलियत, तुम्हारा समय, तुम्हारा धन, सब कुछ जो है समाज की सेवा के लिए या फिर उनके मदद के लिए पूरे दिल से तुम्हें करना है और जो है प्रतिफल की उम्मीद तुम्हें नहीं करना है. ഈ കാലഘട്ടത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴേക്ക് സഭയുടെ യശസ് രാജ്യത്ത് ഉയരുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. നാം മൂലം, നമ്മളുടെ സഭകൾ മൂലം, നമ്മളുടെ കുടുംബങ്ങൾ മൂലം ദൈവത്തിന്റെ നാമത്തിന് അല്പം കൂടെ പ്രശസ്തി ഉണ്ടാകണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. और इस परिस्थिति के द्वारा जो है हमारी कलीसिया इस दुनिया में और भी प्रकाशमान होना है. प्रभु का नाम ऊंचा उठाया जाना है. प्रभु के नाम को मान और सम्मान मिलना है. और ऐसे कार्य प्रभु हमारे जीवन से ऐसी परिस्थिति में करने पाए. നാലാമത്തെ കാര്യം, നമ്മളുടെ നാവ് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് 6-ാം വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്നറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. और हर एक के साथ तुम्हें कैसा जवाब देना है. तुम्हारी हर बोली जो है नमक से जैसा स्वाद बनता है, नमकीन होता है, उस तरह की बोली तुम्हारे मुंह से निकलना चाहिए. പുറത്തുള്ളവരോട് മാത്രമല്ല, നമ്മളുടെ ഭവനത്തിനുള്ളിൽ ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട്, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് എല്ലാമുള്ള സംഭാഷണം നമ്മളുടെ ആന്തരിക ആരോഗ്യത്തെ തന്നെ നിയന്ത്രിക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ചേർന്നതു മാത്രം, ഉപ്പിനാൽ രുചി വരുത്തിയത് മാത്രം നമ്മളുടെ നാവിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വാസത്തിന് മാത്രം കാരണമായി തീരുവാൻ, ദൈവമേ നീ എന്നെ ഉപയോഗിക്കണമേ, എന്റെ നാവിനെ ഉപയോഗിക്കണമേ എന്ന് ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. आज रात हम परमेश्वर से प्रार्थना करेंगे, केवल बाहर वालों से अच्छा व्यवहार नहीं, लेकिन तुम्हारे परिवार वालों के साथ, पति पत्नी के साथ, बच्चे माँ बाप के साथ, वैसे ही हमारे सारे प्रियों के साथ अच्छी बातें करने के लिए, नमक जैसा स्वाद की बोली हमारे मुंह से निकलने के लिए परमेश्वर हम सब से चाहता है. നിങ്ങളുടെ വാക്കുകൾ മൂലം അനേകർക്ക് ആശ്വാസം ലഭിക്കും. और तुम्हारी बोली के द्वारा अनेक लोग सुकून को पाए. തകർന്നിരിക്കുന്ന അനേക ഹൃദയങ്ങളെ പണിതെടുക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ, തണുപ്പിക്കുവാൻ നിങ്ങളുടെ നാവിനെ ദൈവം ഉപയോഗിക്കും. और टूटे हुए दिल को जोड़ने के लिए, उन्हें जो है उनकी घावों को मरहम पट्टी बांधने के लिए, हमारी मुंह से निकलने वाले शब्द उनके जीवन में शांति और समाधान का कारण बनने के लिए, आइए हम अपने आप को प्रभु के हाथों में समर्पित करेंगे. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന അനേകർക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കുവാൻ പ്രിയ ദൈവമക്കളെ, ദൈവം നിങ്ങളുടെ നാവിനെ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കും. അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. और आगे के दिनों में हमारे जीवन में हमें क्या करना है ये नहीं जानकर बहुत ही निराश में डूबे हुए लोगों को के लिए एक प्रकाश बनकर, एक जो है एक नमूना बनकर परमेश्वर तुम्हें इस्तेमाल करने के लिए आज मैं तुम्हारे लिए प्रार्थना करने वाला हूं. 7 മുതലുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ, और उसके 7वें वचन से अगर आप ध्यान देते हैं, അപ്പോസ്തലനായ പൗലോസ് തന്റെ കൂട്ടുവേലക്കാരായ 8 പേരുടെ പേര് അവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്. और प्रेरित पौलुस जो है उसके साथ जो सहकर्मी है, 8 लोगों के नाम का जिक्र वो वहां पर करता है.
വളരെ ഉപദേശങ്ങൾ, ആഴമായ ഉപദേശ സത്യങ്ങൾ നിറഞ്ഞ ഈ കൊലോസ്യ ലേഖനത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നിന്ന് ചില കാര്യങ്ങളൂടെ സംസാരിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ 8 പേരുടെ ഒരു ഛായാചിത്രം കൂടെ നിങ്ങളുടെ മുമ്പാകെ വെച്ചിട്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കണം എന്നാണ് എന്റെ ഹൃദയത്തിൽ ദൈവം പ്രകാശിപ്പിച്ചത്. और कई बातों को इस कलीसिया के पुस्तक में बहुत सारे उपदेश जो कलीसिया के लिए अनिवार्य है बताना मैं चाहता था. पहले अध्याय से भी कुछ वचनों को लेकर बताना चाहता था, लेकिन परमेश्वर की आत्मा ने इन 8 लोगों के बारे में प्रकाशन मेरे अंदर डाला और उसके प्रकार जो है उसके समान मैं इन 8 व्यक्तियों के बारे में कुछ बातें बोलकर मेरे वचनों को मैं समाप्त करूंगा. ജയിലിൽ കിടക്കുന്ന അപ്പോസ്തോലനായ പൗലോസിനെ സഹായിച്ച ആ 8 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നത് പോലെ അപ്പോസ്തോലൻ തന്റെ പുസ്തകത്തിൽ വാക്കുകൾ കൊണ്ട് അവരെ കൊലോസ്യ സഭയ്ക്ക് പരിചയപ്പെടുത്തുകയാണ്. और प्रेरित पौलोस जब बंदी गृह में था उसके साथ उसे मदद करने के लिए 8 लोग जो उसके साथ थे उनके बारे में जो है कुछ बातें लिखकर जो है इस पुस्तक की समाप्ति प्रेरित करता है. സാധാരണഗതിയിൽ ഈ പുസ്തകം വായിക്കുമ്പോൾ ആ ഭാഗം നാം പെട്ടെന്ന് വായിച്ചങ്ങ് അവസാനിപ്പിക്കും. അതിനെക്കുറിച്ച് ആഴമായി ചിന്തിപ്പാൻ പലപ്പോഴും നാം സമയമെടുക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുപക്ഷെ എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത് ആ ഭാഗത്ത് നിന്നുകൊണ്ട് അല്പകാര്യങ്ങൾ സംസാരിക്കുവാൻ. और कई बार जब इन पुस्तक को हम पढ़ते हैं इन वचनों को हम जल्दी जल्दी पढ़कर उसमें से ज्यादा कुछ ध्यान देने लायक नहीं होता है, इसलिए हम आगे बढ़ जाते हैं. इसलिए परमेश्वर की आत्मा ने मुझे खास प्रेरणा देकर कहा कि इन व्यक्तियों के बारे में तुम्हें प्रकाश डालना है, उनका विवरण, उनका वर्णन तुम्हें करना है. ശക്തനായ അപ്പോസ്തോലനായിരുന്ന പൗലോസിന് പോലും തനിക്ക് സ്വന്തമായി ഏകനായി തന്റെ ശുശ്രൂഷയെ ഫലവത്തായി ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. और प्रेरित पौलोस जो परमेश्वर का महान प्रेरित था, बड़ा सामर्थी था, लेकिन वो अपने आप से अकेले से वो सेवकाइयों को पूरा नहीं कर पा सकता था. തന്റെ കൂടെ നിന്ന് പ്രവർത്തിപ്പാൻ ചിലരെ ദൈവം ഒരുക്കി. അതിനുവേണ്ടി മനസ്സുവെച്ച് ചിലർ സ്വാതന്ത്ര്യത്തോടെ സ്വയ ഇച്ഛയോടെ ജയിലിൽ തന്നോടൊപ്പം തന്നെ സഹായിപ്പാൻ മനസ്സുവെച്ചു. അത് അപ്പോസ്തോലന്റെ ഹൃദയത്തെ വളരെ തണുപ്പിച്ചു. और उसकी मदद करने के लिए सु इच्छा से, अपने आप की इच्छा से जो है बंदी गृह में कुछ लोग तैयार हुए और उन लोगों की बातों को लिखने के लिए जो है प्रेरित पौलोस ने इन वचनों में उनके बारे में जिक्र किया है. താൻ ജയിലിൽ കിടക്കുമ്പോൾ 2 പ്രാവശ്യം അപ്പോസ്തലനായ പൗലോസ് റോമിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ജയിൽവാസത്തിന്റെ സമയത്താണ് ഈ ലേഖനം എഴുതുന്നത്. തന്റെ 2ാമത്തെ ജയിൽവാസത്തിന്റെ അവസാനത്തിൽ താൻ കൊല്ലപ്പെടുകയുണ്ടായി. എന്നാൽ ആദ്യത്തെ ജയിൽവാസത്തിന്റെ സമയത്ത് ഏകദേശം AD 60 അടുത്ത സമയത്ത് ഈ ലേഖനം എഴുതുമ്പോൾ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ആ 8 പേരുടെ പേര് താൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. और परमेश्वर के दास प्रेरित पौलोस 2 बार रोम में बंदी गृह के अनुभव में वो पड़े हुए थे, और पहली बार जब वो बंदी गृह में थे तब उनकी मदद करने के लिए जो 8 लोग आए थे उनका जिक्र जो है इन वचनों में उन्होंने किया है. और जब वो दूसरी बार रोम के बंदी गृह में थे उसके बाद उनका अंतिम होता है, वहां पर वो शहीद होते हैं. ऐसा हम वचन में देखते हैं. അതിൽ 7 പേർ നമുക്ക് അനുകരിക്കുവാൻ കൊള്ളാവുന്നവരും ഒരാൾ പിന്മാറിപ്പോയ ആളുമാണ്. और उसमें से 7 लोगों को हम अपने जीवन में नमूना के जैसा हम ले सकते हैं, लेकिन उसमें से एक व्यक्ति वो पीछे हट गया और वो परमेश्वर से दूर चला गया. എന്നാൽ ഈ ലേഖനം എഴുതുമ്പോൾ ആ 8 പേരും ഉൾപ്പെടുന്ന ആ ഒരു ഛായാചിത്രം, ഒരു പോർട്രേറ്റ്, ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നത് പോലെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. लेकिन प्रेरित पौलोस इन वचनों में वो 8 लोगों के एक साथ जैसा एक ग्रुप फोटो लिया जाता है
वैसे उन्होंने चित्रित करके हमें बताया है। ഈ 8 പേർക്കും സവിശേഷമായ 8 വിധത്തിലുള്ള ഗുണങ്ങളുണ്ട്. और ये 8 लोगों के जीवन में खास कुछ विशेषताएं अलग अलग प्रकार के उनके जीवन में था। അതിൽ ഒന്നാമത്തെ വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ പേര് തിഹിക്കോസ്. और पहला व्यक्ति से हम परिचय करेंगे। पहला व्यक्ति का नाम है तिखिकुस। അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ദാസന്റെ ഹൃദയമുള്ള, ഒരു ദാസ്യ മനോഭാവമുള്ള ഒരു വ്യക്തി. और एक दास जैसा दिल वाला, एक नम्र किस्म का व्यक्ति। 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹഭൃത്യനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. और यहाँ पर 7वें वचन में तिखिकुस, हमारा प्रिय भाई, प्रभु में संगी दास और विश्वास योग्य सेवक, मेरे विषय में सब बातें तुम्हें बता देगा। തിഹിക്കോസ് എന്ന വാക്കിന്റെ അർത്ഥം ഭാഗ്യവാൻ എന്നാണ്. और तिखिकुस जो शब्द है उसका अर्थ यही है, वो भाग्यवान है। വാസ്തവത്തിൽ താൻ ഭാഗ്യവാനാണ്. അപ്പോസ്തലനായ പൗലോസിനോടുകൂടെ ദീർഘകാലം വസിച്ച് സഹശുശ്രൂഷ ചെയ്യുവാൻ അവസരം ലഭിച്ചു എന്നുള്ളത് തന്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. और ये उसके नाम के समान एक भाग्य अवस्था है। प्रेरित पौलुस के साथ सहकर्मी बनके प्रभु की सेवा करने के लिए परमेश्वर ने उसे मदद और अवसर दिया। यही सबसे बड़ा भाग्यशाली अवस्था है। അദ്ദേഹത്തെ കുറിച്ച് അധികം ഡീറ്റെയിൽ ഒന്നും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. 4-5 പ്രാവശ്യം തന്റെ പേര് പുതിയ നിയമത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അതെല്ലാം വളരെ ഹ്രസ്വമായി ഒരു വാക്കിലോ അല്ലെങ്കിൽ ഒരു സെന്റൻസിലോ മാത്രം ആണ് തന്നെ കുറിച്ച് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. और केवल 4 या 5 बार इस व्यक्ति का नाम नए नियम के पुस्तक में उल्लेख किया गया है, वो भी बिल्कुल थोड़े शब्दों में उसका जिक्र किया है। ज्यादा वर्णन इस व्यक्ति के नाम के बारे में नहीं है। അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലാണ് തന്നെ ആദ്യം പരിചയപ്പെടുന്നത്. അവിടെ നാം കാണുന്നത് അപ്പോസ്തലനായ പൗലോസ് തന്റെ 3-ാമത്തെ മിഷണറി യാത്ര അവസാനിപ്പിച്ചിട്ട് യെരുശലേമിലേക്ക് തിരിച്ചു പോകുവാൻ തയ്യാറാകുന്ന സമയമാണ്. और प्रेरितों का काम 20वां अध्याय उसके 4थे पद में वचन में पहली बार इस व्यक्ति का नाम का जिक्र होता है। और प्रेरित पौलुस के 3रे मिशनरी यात्रा के बाद जो है, लौटने के वक्त जो है, कुछ बातों को वो कहता है, तभी इस व्यक्ति का नाम का उल्लेख किया जा रहा है। അപ്പോസ്തലനായ പൗലോസ് മടങ്ങി യെരുശലേമിലേക്ക് പോകുമ്പോൾ തന്റെ ഹൃദയത്തിൽ ഒരു പ്ലാൻ ഉണ്ട്, ഒരു ആഗ്രഹമുണ്ട്. അതായത് മാസിഡോണിയ, ഗ്രീസിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള 3 മേജർ സഭകളിൽ നിന്നും മറ്റു സഭകളിൽ നിന്നും ഒരു ധനശേഖരം എടുത്ത് യെരുശലേമിലുള്ള സഭയ്ക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് അപ്പോസ്തലൻ ഹൃദയത്തിൽ നിർണയിച്ചത്. और प्रेरित पौलुस जो है यरूशलेम में लौटने से पहले मैसिडोनिया की जो कलीसियाएं हैं वहां पर जाकर उनका मुलाकात करके वहां की कलीसियाओं से जो है भेंट लेकर यरूशलेम की कलीसिया में ले जाना है, ऐसा एक योजना उसके दिल में है। ഫിലിപ്പിയർ, തെസലോനിക്ക, കൊരിന്ത്യ മുതലായ അവിടെയുള്ള പ്രധാനപ്പെട്ട സഭകളിലേക്ക് കടന്നു ചെന്ന് അവിടെ നിന്നൊരു ധനശേഖരണം വളരെ ആവശ്യത്തിലിരിക്കുന്ന യെരുശലേം സഭയിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ ധനശേഖരണം മാത്രമല്ല ആ സഭകളെ റെപ്രസെന്റ് ചെയ്ത് ചില വ്യക്തികളെ കൂടെ താൻ തന്റെ കൂടെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി. और ऐसा हम देखते हैं कि फिलिपी की कलीसिया, तेसलोनिका की कलीसिया, कोरिन्थ की कलीसिया, वहां पर जाकर उनसे मुलाकात करके यरूशलेम में जो मदद चाहिए, पैसा, संबंध के भेंट इन कलीसियाओं से लेकर वहां ले जाना है। ऐसी बड़ी इच्छा के साथ जो है प्रेरित पौलुस वहां जाने का निर्णय लेता है। അങ്ങനെ പൗലോസിനോടൊപ്പം കടന്നുപോയ വ്യക്തിയാണ് തിഹിക്കോസ്. और ऐसे जब उसने योजना बनाया, उसके साथ गया हुआ व्यक्ति था तिखिकुस। അവർ പോകുന്ന, അങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന വഴിയിലെല്ലാം പരിശുദ്ധാത്മാവ്
വളരെ വ്യക്തമായി പലരിലൂടെ രേഖപ്പെടുത്തി അപ്പോസ്തലനായ പൗലോസ് യെരുശലേമിൽ അനുഭവിക്കുവാൻ പോകുന്ന കഷ്ടതകളെ കുറിച്ചും അവർക്ക് മുമ്പിൽ വരുവാൻ പോകുന്ന പ്രയാസങ്ങളെ കുറിച്ചും വളരെ ശക്തിയോടെ പരിശുദ്ധാത്മാവ് പല പ്രാവശ്യം ഈ ചെറിയ സംഘത്തോട് അറിയിച്ചു. और जब ये बात के लिए वो जा रहे थे, सफर के बीच में ही कई लोगों के जरिए जो है प्रेरित पौलुस जो पीड़ा और दुख उठाने वाला है, झेलने वाला है यरूशलेम में, उसके बारे में पवित्र आत्मा ने उन्हें दर्शन दिया और कई बातें उसके बारे में बताया. ഇതൊന്നും കേട്ടിട്ടും തിഹിക്കോസ് പിന്മാറിയില്ല. തന്നോടൊപ്പം അപ്പോസ്തലനായ പൗലോസിനോടൊപ്പം സുദീർഘമായ വളരെ പ്രയാസമേറിയ ആ യാത്രയിൽ സഹകരിച്ച് തന്നോടൊപ്പം യാത്ര ചെയ്ത് യെരുശലേമിൽ ചെന്നു. और ये व्यक्ति तीखोस जो है ये सारी बातों को जानता था कि प्रेरित के जीवन में दुख, पीड़ा, संकट आने वाला है. उसके बावजूद उसका साथ ना छोड़ा, उसके साथ बना रहा और प्रभु की सेवा में वो बढ़ता गया. ആ സഭകളിൽ നിന്നൊക്കെ നല്ല ഒരു ധനശേഖരണം ലഭിച്ചു. അതായത് ധാരാളം പേർ ധനം കൊടുത്ത് സഹായിച്ചു. എന്നാൽ ചിലർ മാത്രം തങ്ങളെ തന്നെ കൊടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു. और वहां की कलीसियाओं ने परमेश्वर का बहुत तरीके से मदद किया. पैसा देकर, आर्थिक मदद देकर उन्होंने सहायता किया. लेकिन कुछ लोगों ने अपने आप को समर्पित करके प्रभु की सेवा में मदद किया है. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ധനം കൊണ്ട് ദൈവത്തെ സേവിക്കണം. എന്നാൽ അതിലും അധികമായി ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ദൈവവേല ചെയ്യുവാനാണ് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. और आज परमेश्वर की आत्मा मुझे सुनने वाले परमेश्वर के लोगों से कहती है, केवल तुम्हारी आर्थिक मदद ही नहीं, लेकिन तुम्हारे जीवन को परमेश्वर के सामने समर्पित करो और वो उसकी सेवा करने के लिए प्रभु तुमसे चाहता है. വെറും ഒരു സഹയാത്രികനായി കൂടെ യാത്ര തുടങ്ങിയ തിഹിക്കോസിനെ ദൈവം ശക്തിയോടുകൂടി അഭിഷേകം ചെയ്തു, ശക്തിയോടുകൂടി ഉപയോഗിക്കുവാൻ ആരംഭിച്ചു. और केवल प्रेरित पौलुस के संगी निका हुआ तीखोस को परमेश्वर ने बहुतायत से अनुग्रह किया और परमेश्वर के राज्य के लिए उसे इस्तेमाल किया. തന്നോടുകൂടെ യാത്ര ചെയ്തു എന്ന് മാത്രമല്ല, പൗലോസ് റോമിൽ ഇപ്പോൾ ആയിരിക്കുന്നതിനോടൊപ്പം താനും റോമിൽ തിരിച്ചെത്തി. और केवल उसके साथ सफर ही नहीं, लेकिन रोम में वापस जब प्रेरित पौलुस पहुंचता है तो उसके साथ वो भी वापस लौट आता है. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ തീത്തോസിന് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുക, തന്റെ തിഹിക്കോസിനെ കുറിച്ച് പറയുന്നു, നീ എന്നോടുകൂടെ വന്ന് അല്പകാലം താമസിക്കണം. നിനക്ക് പകരമായി ഞാൻ ഒരുപക്ഷെ തിഹിക്കോസിനെ ആയിരിക്കും നിന്റെ സഭയുടെ ചുമതല വഹിപ്പാൻ അയക്കുവാൻ പോകുന്നത്. और तीतुस का पुस्तक 3रा अध्याय उसका 12वां पद में इस व्यक्ति का जिक्र फिर से करता है, जब मैं अर्तिमास या तीकोस को तेरे पास भेजूं तो मेरे पास निकोपुलिस आने का भरसक प्रयत्न कर, क्योंकि मैंने जाड़ा वही काटने का निश्चय किया है. നാം മനസ്സിലാക്കണം, തീത്തോസ് ഒരു വലിയ മനുഷ്യനാണ്. ക്രേത്ത എന്ന ദ്വീപിലുള്ള ദൈവസഭകളുടെ ചുമതല വഹിക്കുന്ന ഉന്നതനായ ഒരു പാസ്റ്ററാണ്. പൗലോസ് തന്നെ വളരെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്റെ ജീവിതത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ തീത്തോസ് തന്നോടൊപ്പം വന്ന് ഒരു വിന്റർ, ഒരു ശീതകാലം കഴിക്കണം എന്ന് ആഗ്രഹിച്ച് തീത്തോസിന് തന്നെ ലേഖനം എഴുതുമ്പോൾ ആ വലിയ ശുശ്രൂഷകനായ തീത്തോസിന് പകരം ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ഈ തിഹിക്കോസ് ദൈവസന്നിധിയിൽ വളർച്ച പ്രാപിച്ചു എന്നുള്ളത് എത്ര അത്ഭുതകരമായി ദൈവം ഉപയോഗിച്ചതിന്റെ സാക്ഷ്യമാണ്. और यहाँ पर हम देखते हैं तीतोस एक बड़ी कलीसिया का नेतृत्व करने वाला अगुवाई था, दास था परमेश्वर का वहां पर. लेकिन प्रेरित पौलुस की बड़ी इच्छा थी कि तीतोस के साथ मुझे जाड़ा या विंटर सीजन बिताना है, इसलिए उसे अपने पास बुलाकर उसकी कलीसिया में सेवा करने के लिए तीकोस को नियुक्त करता है. मतलब कितना परिपक्व बन गया है ये व्यक्ति. അത് തന്നെയല്ല,
2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, തിഹിക്കോസിനെ ഞാൻ എഫെസോസിലേക്ക് അയച്ചിരിക്കുന്നു. और दूसरा तिमोथियुस जो है उसका 4 के 12वें पद में लिखता है कि वास्तव में जो है उसे वो वहां पर भेज रहा है. അതിന്റെ അർത്ഥം തിമോത്തിയോസിന് തന്റെ മറ്റൊരു സഹശുശ്രൂഷകനും വലിയ സഭയുടെ ചുമതല വഹിക്കുന്നവനുമായ തന്റെ പ്രിയപുത്രനായ തീത്തോസിന് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുകയാണ്. തിമോത്തിയോസെ, എന്റെ ജയിൽവാസത്തിന്റെ അവസാന ഘട്ടം എത്തിയിരിക്കുന്നു. നീ എന്നോടുകൂടെ വന്ന് അല്പകാലം താമസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിന്റെ സഭയുടെ ചുമതല വഹിപ്പാൻ ഞാൻ തിഹിക്കോസിനെ അങ്ങോട്ട് അയക്കുകയാണ്. और उसी प्रकार तिमोथियुस से भी परमेश्वर के दास प्रेरित पौलुस आग्रह करता है कि कुछ समय मैं तेरे साथ बिताना चाहता हूं, लेकिन तेरी सेवा, तेरे जगह पर सेवा निभाने के लिए मैं तीकोस को मैं इफेसोस भेजना चाहता हूं. അന്നത്തെ കാലഘട്ടത്തിൽ പൗലോസ് കഴിഞ്ഞാൽ ഉന്നതരായ 2 ശുശ്രൂഷകന്മാരാണ് തിമോത്തിയോസും തീത്തോസും. അവരുടെ ചുമതല വഹിപ്പാൻ തക്കവണ്ണം യോഗ്യനായി ഈ ആരുമറിയാതിരുന്ന തിഹിക്കോസിനെ ഉയർത്തിയവനായ ദൈവം ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന ചിലരെ നിങ്ങളുടെ ശുശ്രൂഷയിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ആഗ്രഹമുണ്ട്. और उस जमाने में प्रेरित पौलुस जो बहुत महान प्रभु का सेवक था, उसके पद के बाद जो है तिमोथियुस और तीतुस, ये भी परमेश्वर के महान दास थे. उनकी कलीसियाओं में सेवा करने के लिए ये व्यक्ति तिहिकोस को वो नियुक्त करता है. मतलब इसका मतलब कितना परिपक्व वो बन गया है. आज के जमाने में परमेश्वर भी तुम्हें इसी प्रकार से इस्तेमाल करना चाहता है. വെറും ഒരു സഹയാത്രികനായി യാത്ര ആരംഭിച്ചു. ഇപ്പോൾ നല്ലൊരു പാസ്റ്ററായി, ശുശ്രൂഷകനായി, പലയിടങ്ങളിൽ പോയി ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം പക്വത പ്രാപിച്ച നല്ലൊരു ശുശ്രൂഷകനായി താൻ വളർന്നു വന്നു. और केवल प्रेरित पौलुस के साथ साथ जाने के लिए उसने निर्णय किया था, एक संगी बनकर, मुसाफिर बनकर उसके साथ सफर करने के लिए. लेकिन आज परमेश्वर की आत्मा ने इतना काबिल उसे बना दिया कि कलीसिया का अगुवाई करने के लिए प्रेरित उसे नियुक्त कर रहा है. എന്നാൽ അതുകൊണ്ട് അവസാനിച്ചില്ല. ഇതൊക്കെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ്. ഈ കൊലോസ്യ ലേഖനം എഴുതുമ്പോൾ ഈ എഴുതുന്ന കൊലോസ്യ ലേഖനം കൊലോസ്യയിൽ കൊണ്ട് കൊടുപ്പാൻ തക്കവണ്ണം പൗലോസ് ഏൽപ്പിച്ചതും തിഹിക്കോസിനെയാണ്. और केवल इतना ही नहीं, केवल ये सारी बातें भविष्य में होने वाली थी, लेकिन उससे पहले जो है कुलूसिया को जब वो पत्र लिख रहा है, ये पत्र कुलूसिया की कलीसिया तक पहुंचाने के लिए तिहिकोस को ही प्रेरित पौलुस ने जो है उसे तैयार किया था. അതിന്റെ അർത്ഥം ഇതാണ്, പൗലോസിന് എന്താവശ്യമുണ്ടെങ്കിലും, താൻ എന്താവശ്യപ്പെട്ടാലും പരിശുദ്ധാത്മാവ് പൗലോസിന്റെ ഹൃദയത്തിലൂടെ സംസാരിക്കുന്ന എന്ത് റിക്വസ്റ്റും ശിരസാ വഹിക്കുവാൻ തക്കവണ്ണം തിഹിക്കോസ് ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ചു. और ये सारी बात से हमें ये बात पता चलता है, परमेश्वर की आत्मा के द्वारा प्रेरित पौलुस कुछ भी अगर उससे चाहता है या निवेदन करता है, वो बिल्कुल तुरंत उसका आज्ञा पालन करने के लिए तीकोस हमेशा तैयार रहता था. इसलिए अपने आप को उसने समर्पित किया था. ഒരു പേരും വേണമെന്ന് തിഹിക്കോസ് ആഗ്രഹിച്ചില്ല. और अपना कोई नाम बनना है ऐसा कभी इच्छा नहीं किया. പൗലോസിന്റെ കൂടെ നിന്ന് തന്നെ ശുശ്രൂഷിക്കണം. और प्रेरित पौलुस के साथ रहकर ही सेवा निभाना है. താൻ അയക്കുന്നിടത്തൊക്കെ പോകാൻ തയ്യാറാണ്. और जहां कहीं मुझे भेजे मैं जाने के लिए तैयार हूं. തന്റെ കൂടെ യാത്ര ചെയ്യണമെങ്കിൽ യാത്ര ചെയ്യാൻ തയ്യാറാണ്. താൻ എന്തെങ്കിലും ഒന്ന് കൊടുത്തുവിട്ട് മറ്റൊരാളെ ഏൽപ്പിക്കണമെങ്കിൽ അത് ചെയ്യുവാനും തയ്യാറാണ്. और उसके साथ साथ कहीं जगह पर जाना है उसके लिए तैयार है, या वो कहता है मुझे कि ये बात, ये चीज उस वहां पर पहुंचाना है, तो वो पहुंचाने के लिए भी वो तैयार है. നാം ചിന്തിക്കരുത് റോമിൽ നിന്ന് കൊലോസിയിലേക്കുള്ള യാത്ര വളരെ ലാഘവമായ യാത്രയാണെന്ന് ചിന്തിക്കരുത്. ആ ലെറ്റർ, താൻ എഴുതിയ ആ ലേഖനം
കൊലോസ്യ സഭയിൽ എത്തിക്കുന്നതിന് വേണ്ടി പൗലോസ് തിഹിക്കോസിനെ ഏൽപ്പിക്കുമ്പോൾ ആ യാത്രയുടെ കാഠിന്യം നാം അറിഞ്ഞിരിക്കണം. और रोम से कोलोसिया का जो सफर बिल्कुल आसान नहीं है. परमेश्वर के दास प्रेरित पौलोस ने जब ये पत्र लिख कर उसे सौंपा कि ये वहां पहुंचाना है, तो ये बात बड़ी कठिन था, लेकिन उसे करने के लिए वो तैयार हुआ. റോഡുകളില്ലാത്ത കാലത്ത്, യാത്ര ഒട്ടും സുഖപ്രദമല്ലാത്ത കാലത്ത് ആ റോം രാജ്യം മുഴുവൻ കാൽനടയായി ക്രോസ് ചെയ്ത് അഡ്രിയാറ്റിക് ഓഷ്യൻ എങ്ങനെയാണോ ഒരു കപ്പൽ എവിടെ നിന്നെങ്കിലും വരുന്ന കപ്പലിൽ കയറി ക്രോസ് ചെയ്യണം, അതിനുശേഷം ഗ്രീസ് മുഴുവൻ ക്രോസ് ചെയ്ത് നടന്ന് കാൽനടയായി അതിന്റെ അക്കരെ ചെല്ലണം, അതിനുശേഷം ഈജിയൻ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യണം, അതിനുശേഷം ഏഷ്യ മൈനറിൽ എത്തിയിട്ട് ഒരു 100 മൈലോളം വളരെ ഇടുക്കമുള്ള വഴികളിലൂടെ യാത്ര ചെയ്യണം. അങ്ങനെ മാസങ്ങളോളം എടുക്കുന്ന വളരെ സുദീർഘമായ ഒരു യാത്രയാണ്. അതിന്റെ ഡീറ്റെയിൽ ഫാസ്റ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നില്ല. വളരെ ദീർഘമേറിയ ഒരു യാത്രയാണ് തിഹിക്കോസ് ഏറ്റെടുത്തിരിക്കുന്നത്. और जब ये जिम्मेदारी उसे सौंपा गया, रोम से ये पत्र कुलूसिया की कलीसिया को पहुंचाना है, तो ये बात आसान नहीं था. बहुत सारी बाधाएं और कठिन रास्तों को सामना करते हुए उसे ये पहुंचाना था, लेकिन पूरे दिल से उसने ये काम करने के लिए जो है अपने आप को समर्पित कर दिया. കൊലോസ്യ ലേഖനം മാത്രമല്ല, എഫേസ്യ ലേഖനവും ഇതേ സമയത്ത് എഴുതി. ആ ലേഖനവും ഇതിനോടൊപ്പം തിഹിക്കോസിന്റെ കൂടെയാണ് താൻ കൊടുത്തുവിട്ടത്. और केवल कोलोसिया की पत्री नहीं, लेकिन एफेसियों की पत्री भी इसी समय पर प्रेरित पौलोस ने लिखा है, और उनकी कलीसिया में भी पहुंचाने की जिम्मेदारी तिहिकोस को ही प्रेरित पौलोस ने दिया. അതുകൂടാതെ മൂന്നാമതൊരു പേഴ്സണൽ ലെറ്റർ ഫിലോമോൻ എഴുതിയ ലേഖനവും ഇതേ സമയത്തു തന്നെ പൗലോസ് തിഹിക്കോസിന്റെ കരത്തിൽ കൊടുത്തുവിടുകയും ഒനേസിമോസിനെ തന്റെ കൂടെ അയക്കുകയും ചെയ്തു. അങ്ങനെ സുപ്രധാനമായ ഒരു ചുമതല പൗലോസ് തിഹിക്കോസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. और केवल इतना ही नहीं, लेकिन एक व्यक्तिगत पत्र फिलेमोन को जब प्रेरित लिखता है, और ये पत्र उससे उस तक पहुंचाने के लिए भी तिहिकोस को ही जो है प्रेरित पौलोस आग्रह करता है, और उसके लिए वो तैयार भी हो जाता है. ओनेसिमस को जो है उस वक्त में जो है तिहिकोस के साथ भेजता है. വെറും ഒരു സഹയാത്രികനായി യാത്ര ആരംഭിച്ചു. പൗലോസിന്റെ ഒപ്പം ശുശ്രൂഷിക്കുവാൻ ദൈവം നിയോഗിച്ചു. ഇപ്പോഴിതാ സുപ്രധാനമായ 3 സ്ക്രിപ്ചർ പോർഷൻ, 3 ബുക്സ് ഓഫ് ദ ബൈബിൾ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത് ഉപയോഗിച്ച തിഹിക്കോസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. और इस परमेश्वर के दास तिहिकोस के लिए मैं परमेश्वर का धन्यवाद करता हूं. परमेश्वर के दास पौलोस की सेवा करने के लिए, उसके साथ सफर करने के लिए वो आरंभ किया, लेकिन परमेश्वर के दास के साथ सेवकाई करने के लिए प्रभु ने इस्तेमाल किया. बाद में इन 3 कलीसियाओं को पत्र जो है इसके जरिए पहुंचाने के लिए परमेश्वर ने उसे इस्तेमाल किया. ആ ലേഖനങ്ങൾ എഴുതിയത് താനല്ലെങ്കിലും അത് വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം തിഹിക്കോസിനെ ദൈവം തിരഞ്ഞെടുത്തു. ഈ വാക്ക് കേൾക്കുന്ന പ്രിയ ദൈവദാസന്മാരെ, പ്രിയ ദൈവജനങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവവചനം ഹൃദയത്തിൽ എന്തിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ, നമ്മുടെ കരങ്ങളിൽ എന്തിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭാഗ്യം എത്ര വലുതാണെന്ന് ഓർത്തുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തെ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് സ്തുതിക്കാം. Praise the Lord. और इन पत्रों को शायद तिहिकोस ने नहीं लिखा, लेकिन परमेश्वर ने उसे योग्य बनाया कि इन पत्रों को उन कलीसियाएं तक पहुंचाए. और उसी प्रकार ये परमेश्वर के अनमोल वचनों को हमारे दिल में रखने के लिए, हमारे जीवन की जो है शैली बनाने के लिए परमेश्वर ने जो सौभाग्य हमें दिया है, हम कितने धन्य लोग हैं. परमेश्वर हमसे प्यार करता है. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ദാസന്റെ ഹൃദയമുള്ള തിഹിക്കോസ്. और इसलिए मैंने पहले कहा, और एक दास जैसा दिल रखने वाला तिहिकोस, उसने अपने लिए कुछ नहीं चाहा.
പൗലോസ് എന്ത് പറയുന്നു അത് ചെയ്യുവാൻ തയ്യാറുള്ള മനുഷ്യൻ. और प्रेरित पौलुस जो कहता है वो करने के लिए आज्ञाकारी बना हुआ तीखोस. നിങ്ങൾ അതിന് തയ്യാറാണോ? क्या आप उसके लिए तैयार हो? ദൈവം ആവശ്യപ്പെടുന്നത് എന്തും ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാണോ? परमेश्वर तुमसे जो चाहता है वो करने तैयार आप हो. ഒരുപക്ഷെ അതുമൂലം പേരും പ്രശസ്തിയും ലഭിച്ചെന്ന് വരികയില്ല. പക്ഷെ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നിങ്ങളോടൊപ്പം, നിങ്ങളെ നയിക്കുന്ന ലീഡേഴ്സിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ദൈവം സ്വർഗത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ആ മഹിമയുടെ വലത്തുഭാഗത്ത് നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. ഒരിക്കൽ അതിനെ ദൈവം വെളിപ്പെടുത്തും. ആ വലിയ ശുശ്രൂഷയ്ക്കായി ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. आज रात उस महान सेवकाई के लिए हम अपने आप को समर्पित करेंगे. वो छोटी छोटी बात जब प्रभु की आत्मा तुमसे करने चाहता है, उससे शायद तुम्हारा नाम जो है मशहूर नहीं होगा, लेकिन परमेश्वर जो स्वर्ग में है उसकी दाहिनी ओर महिमा में जब वो तुम्हें याद करेगा, वो दिन बहुत ही सुहाना होगा और तुम्हारा पुरस्कार जो है वहां पर ही तुम्हें मिल पाएगा. അതുകൊണ്ട് 3 സവിശേഷതകൾ അപ്പോസ്തലനായ പൗലോസ് തിഹിക്കോസിനെ കുറിച്ച് പറയുന്നു. 1 പ്രിയ സഹോദരൻ, 7-ാം വാക്യത്തിൽ പ്രിയ സഹോദരൻ. 2 വിശ്വസ്ത ശുശ്രൂഷകൻ. 3 സഹഭൃത്യൻ. और 3 बातें जो है इस व्यक्ति के बारे में प्रेरित उसके 7 के वचन में उल्लेख करता है. प्रिय भाई, प्रभु में संगी दास और विश्वास योग्य सेवक. അപ്പോസ്തലനായ പൗലോസിന്റെ പേനയിൽ നിന്നും എന്റെ പ്രിയ സഹോദരൻ എന്ന് കേൾക്കുവാൻ കഴിയുന്നതിലും വലിയൊരു പദവി എന്താണ് ഇരിക്കുന്നത്? और प्रेरित पौलुस जो है उसके पेन के जरिए जो है मेरा प्रिय भाई तीकोस, ये नाम जब लिखता है वो सुनना ही कितना अच्छी बात है. ഇനിയുമുള്ളവരുടെ പേര് ഞാൻ പെട്ടെന്ന് പ്രസ്താവിച്ച് അവരിൽ കാണുന്ന ചില ഗുണങ്ങൾ മാത്രം വിശദീകരിക്കുവാൻ സമയമെടുക്കാതെ പ്രസ്താവിച്ചിട്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. और आगे जो लोगों का नाम है केवल उनका नाम का उल्लेख करूंगा, विवरण करने का समय नहीं है. उनकी कुछ खूबी बताकर मैं जल्दी से आगे बढ़ूंगा. രണ്ടാമത് നാം കാണുന്നത് ഒനേസിമോസിന്റെ പേരാണ്. और दूसरा व्यक्ति को जो हम देखते हैं ओनेसिमस नाम का व्यक्ति है. അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന 8 പേരിൽ 1 തിഹിക്കോസ്, 2 ഒനേസിമോസ്. और प्रेरित पौलुस के साथ में खड़े होकर जब वो फोटो खिंचवा रहे हैं, पहले स्थान में तिहिकोस और दूसरे स्थान में ओनेसिमस है. പാപം നിറഞ്ഞ ഒരു കഴിഞ്ഞുപോയ കാലമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഒനേസിമോസ്. और पाप में डूबा हुआ एक पुराना जिंदगी था ओनेसिमस का. തന്റെ ഉടമസ്ഥനായ ഫിലോമോനിൽ നിന്ന് താൻ ഓടിപ്പോവുകയും ദൈവം അവനെ പൗലോസിന്റെ അടുത്ത് എത്തിക്കുകയും ചെയ്തു. और उसका जो स्वामी फिलेमोन था उसके पास से वो भाग कर चला गया और परमेश्वर ने उसे पौलोस के पास लाकर खड़ा कर दिया. പൗലോസിന്റെ വചനം കേട്ട് താൻ രക്ഷിക്കപ്പെട്ടു. ആ ഒനേസിമോസിനെ പൗലോസ് തിരിച്ച് തന്റെ ഉടമസ്ഥനായ തന്റെ യജമാനനായ ഫിലോമോന്റെ അടുത്തേക്ക് തിരിച്ചയക്കുകയാണ്. और जो है प्रेरित पौलुस के मुंह से निकलने वाले वचन को सुनकर जो है ओनेसिमोस का उद्धार होता है और प्रेरित पौलुस फिर से अपने मालिक, अपने स्वामी के पास, फिलेमोन के पास उसे भेज देता है. ഇനിയും ഇവനെ നീ അടിമയായിട്ടല്ല കാണേണ്ടത്, നിന്റെ ഒരു പ്രിയ സഹോദരനായി സ്വീകരിക്കണം എന്ന് അപ്പോസ്തലനായ പൗലോസ് ഫിലോമോനോട് തന്റെ ലേഖനത്തിലൂടെ ആവശ്യപ്പെട്ടു. और अपने पत्री के जरिए प्रेरित पौलुस फिलेमोन से कहता है अब से उसे एक गुलाम जैसा नहीं देखना, अपना संगी दास समझकर उसे देखना है. പിന്നീടുള്ള ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ആ കൊലോസ്യ സഭയുടെ പാസ്റ്ററായി ഒനേസിമോസ് തീരുവാനിടയായി. और बाद में कलीसिया का इतिहास देखे तो पता चलता है कुलूसिया की कलीसिया का
पास्टर बनकर ओनेसिमोस को वहां पर नियुक्ति मिलती है। ക്രിസ്തുവിന് മാത്രമേ ഒരു അടിമയെ ദൈവ ശുശ്രൂഷകനായി ഒരു സഭയുടെ പാസ്റ്ററാക്കി മാറ്റുവാൻ കഴിയുകയുള്ളൂ. और प्रभु यीशु मसीह को ही केवल एक गुलाम जैसे व्यक्ति को उठाकर एक कलीसिया का दास बनाकर वो जो है नियुक्त कर सकता है। പല സമ്പ്രദായങ്ങളിലും പ്രത്യേക ജാതി വിഭാഗങ്ങളിൽ ജനിച്ചവർക്ക് മാത്രമേ ഒരു ശുശ്രൂഷക സ്ഥാനത്തേക്ക് കടന്നു വരുവാൻ കഴിയുകയുള്ളൂ. और कई समुदायों में हम देखते हैं खास कुछ किस्म के या कुछ व्यक्तियों को ही जात के लोगों को ही ऐसी प्रभु की सेवा करने की अनुमति है। എന്നാൽ ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരു അടിമയെ ദൈവ ശുശ്രൂഷകനായി ഉയർത്തുന്നതാണ് ക്രിസ്തുവിന്റെ മാർഗം. അതിനാൽ നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്ത് സ്തുതിക്കാം. और परमेश्वर यीशु मसीह का मार्ग ऐसा नहीं है एक गुलाम व्यक्ति को प्रभु की सेवा में तैयार करने वाला मार्ग है प्रभु यीशु मसीह का जो मार्ग है। മൂന്നാമത്തെ പേര് നാം കാണുന്നത് അരിസ്തർഹോസ്. और तीसरा व्यक्ति का जो हम नाम हम देखते हैं अरिस्तर्खोस। തന്നെ കുറിച്ച് എന്റെ ഹൃദയത്തിൽ വന്ന ചിന്ത ഇതാണ്: വളരെ അനുകമ്പയുള്ള, ദീനാനുകമ്പയുള്ള ഹൃദയമുള്ള ഒരു വ്യക്തി. और उसके बारे में मेरे मन में ऐसा मुझे विचार आता है, बहुत ही सहनशील व्यक्ति था वो। ഏത് സാഹചര്യത്തിലും പൗലോസിനോട് കൂടെ ചേർന്ന് പ്രവർത്തിപ്പാൻ തയ്യാറുള്ളവൻ, തന്നെ കോ പ്രിസണർ, തന്നോട് കൂടെ ജയിൽവാസം അനുഭവിക്കുന്നവൻ എന്നാണ് പൗലോസ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. और प्रेरित पौलुस उसके बारे में कहता है उसके साथ बंदी गृह में, जेल में उसके साथ रहने वाला व्यक्ति था वो। അതിന്റെ അർത്ഥം താൻ കുറ്റം ചെയ്തുകൊണ്ടല്ല. പൗലോസ് കാരാഗൃഹത്തിലാണെങ്കിലും ഞാനും കാരാഗൃഹത്തിൽ തന്നെ, പൗലോസ് എവിടെയാണോ അവിടെ ഞാനും കാണും എന്ന് തന്നെ സ്വയം സമർപ്പിച്ച് പൗലോസിനോട് കൂടെ യാത്ര ചെയ്യുകയും പൗലോസിന്റെ എല്ലാ കാര്യങ്ങളിലും തന്നെ സഹായിക്കുകയും ചെയ്ത അരിസ്തർഹോസിനെ കുറിച്ച് പൗലോസ് വളരെ സ്നേഹത്തോടുകൂടെ പ്രസ്താവിക്കുകയാണ്. और बड़े प्रेम पूर्वक अरिस्तर्खोस के बारे में पौलुस लिखता है, जहां कहीं पौलुस जाता है उसके साथ रहने के लिए, उसके साथ सेवा निभाने के लिए अपने आप को समर्पित किया हुआ व्यक्ति है ये। അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 29-ാം വാക്യത്തിലാണ് അരിസ്തർഹോസിനെ കുറിച്ച് ആദ്യമായി നാം വായിക്കുന്നത്. എഫെസോസിൽ ഉണ്ടായ വലിയ കലാപത്തിന്റെ ഇടയിൽ അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളാണെന്ന് ജനം തിരിച്ചറിഞ്ഞ് തന്നെ പ്രിസണറാക്കി മാറ്റി. और प्रेरितों का काम 19वां अध्याय उसके 29वें वचन में जब हम देखते हैं, वहां के नगर में हुल्लड़ मच गया और लोगों ने गेयुस और अर्थिक्रोस नामक पौलुस के संगी यात्री को जो मैसिडोनिया से आए थे घसीटा और वे एक साथ दौड़कर रंगशाला में गए। അങ്ങനെ യാത്ര ആരംഭിച്ച അരിസ്തർഹോസ് തന്നോടൊപ്പം താനും ജെറുസലേമിലേക്ക് പോവുകയും പൗലോസ് എവിടെയൊക്കെ കാരാഗൃഹത്തിലായിരുന്നോ അവിടെയൊക്കെ അരിസ്തർഹോസും തന്നോടുകൂടെ സമയം ചെലവഴിക്കുകയും, അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഒരു വല്ലാത്ത ഒരു കപ്പൽ യാത്ര, വളരെ നഷ്ടം സംഭവിച്ച ആ കപ്പൽ യാത്രയിൽ അരിസ്തർഹോസും തന്നോടുകൂടെ ഉണ്ടായിരുന്നുവെന്ന് അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ തന്നോട് കൂടെ യാത്ര ചെയ്ത് തന്റെ വേദനയിൽ പങ്കാളിയായ അരിസ്തർഹോസിനെ അപ്പോസ്തലനായ പൗലോസ് വളരെ സന്തോഷത്തോടുകൂടി കൊലോസ്യ സഭയ്ക്ക് പരിചയപ്പെടുത്തുകയാണ്. और ऐसे एक व्यक्ति जो अरिस्तर्खोस जो है उसके साथ जो ऐसा सफर शुरू किया, लेकिन 27वें अध्याय उसके दूसरे वचन में हम देखते हैं एक जहाज के सफर में भी वो पौलुस के साथ था और कैसा दुख और मुसीबत उन्हें झेलना पड़ा, लेकिन उसका साथ उसने छोड़ा नहीं। कुछ भी हो जाए मैं पौलुस के साथ ही रहूंगा, ये उसका निर्णय था और कुछ भी करने के लिए तैयार था। उसके बारे में जो है कलीसिया को वो परिचय देता है। മറ്റുള്ളവരുടെ വേദനയിൽ നമ്മളുടെ ഹൃദയം അവരോടൊപ്പം വേദനിക്കുവാൻ കഴിയണം. और दूसरों के दुखों में उनके साथ हमारा दिल भी दुखित होना है. മറ്റുള്ളവരുടെ അവസ്ഥകൾ കണ്ട് മാറി നിന്ന് ന്യായം വിധിക്കുവാനും കുറ്റം വിധിക്കുവാനും അനേകർ കാണും. എന്നാൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുവാൻ
അവരുടെ വേദന നമ്മളുടെ വേദനയായി ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ആശ്വാസം പകരുവാൻ കഴിയുന്നെങ്കിൽ അത് ദൈവസന്നിധിയിൽ വളരെ വിലപ്പെട്ടതാണ്. और ऐसे दुख और निराश में बैठे हुए लोगों का न्याय करने के लिए, उनके बारे में विपरीत बातें बोलने के लिए बहुत लोगों से होगा, लेकिन उनको हमारे साथ मिलाकर रखने के लिए और उन्हें प्रोत्साहन देने के लिए अगर हमसे होता है तो ये बहुत ही आशीष और अनुग्रह भरी बात है. എന്തൊരു ടീമാണ് അപ്പോസ്തലനായ പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്നത്. നാലാമത് താൻ പരിചയപ്പെടുത്തുന്നത് മർക്കോസിനെയാണ്. മർക്കോസിന്റെ പേര് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. और चौथा व्यक्ति जिसका परिचय वो दे रहा है वो मरकुस के बारे में वो लिखता है. മർക്കോസിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഒന്നാമത്തെ മിഷണറി യാത്രയിൽ തന്നോട് കൂടെ പോയി എന്നാൽ പരാജയപ്പെട്ട് മടങ്ങിപ്പോയ ഒരു വ്യക്തിയാണ് മർക്കോസ്. और मरकोस जो प्रेरित पौलोस की पहली मिशनरी यात्रा में उसके साथ निकल पड़ा, लेकिन पराजित होकर वो आधे रास्ते से वापस लौटा हुआ व्यक्ति था मरकोस. പരാജയപ്പെട്ടവരെ നിഷ്കരുണം തിരസ്കരിക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ദൈവവും പരിശുദ്ധാത്മാവും മാത്രമേ പരാജയപ്പെട്ടവരുടെ പരാജയങ്ങളെ വിജയമാക്കി മാറ്റി ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കി മാറ്റുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയും. आज का संसार पराजित लोगों को त्याग देता है, उन्हें निकाल देता है, लेकिन परमेश्वर की आत्मा और प्रभु यीशु मसीह ऐसा है जो लोग पराजित होते हैं उन्हें विजय के रास्ते में लाकर उन्हें इस्तेमाल करने के लिए परमेश्वर हमारे साथ रहता है. നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയെങ്കിലും ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളിലും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലാകട്ടെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലാകട്ടെ പരാജയം നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ മർക്കോസിനെ ഓർക്കുക. ദൈവം അവനെ മടക്കി കൊണ്ടുവരിക മാത്രമല്ല, ഈ ലോകത്തിൽ മനുഷ്യന്റെ ചരിത്രത്തിൽ 4 പേർക്ക് മാത്രം ലഭിച്ചിരിക്കുന്ന മഹനീയമായ ഒരു ശുശ്രൂഷ തന്റെ സുവിശേഷങ്ങളിൽ ഒന്ന് എഴുതുവാൻ തക്കവണ്ണം ഈ മർക്കോസിനെ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളത് എത്ര അതിശയകരമായ ദൈവത്തിന്റെ വഴിയാണ്. और मुझे सुनने वाले परमेश्वर के लोगों, तुम्हारे जीवन में कहां भी तुम्हें पराजय अनुभव करना पड़ा है तो सोच लो, मरकोस के जीवन में भी उसके सेवकाई में वो पराजित हो गया, लेकिन परमेश्वर की आत्मा ने उसे ऐसा परिपक्व बना दिया. एक सुसमाचार पत्र जो मरकोस के नाम है उसको रचने के लिए, लिखने के लिए मरकोस को प्रभु ने इस्तेमाल किया है. ഈ കൊലോസ്യ ലേഖനം എഴുതിയതിനു ശേഷം ഒരുപക്ഷെ 5 or 6 വർഷങ്ങൾക്ക് ശേഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മർക്കോസിനെ സുവിശേഷം എഴുതുവാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തു. താൻ എഴുതുവാൻ തന്റെ തൂലിക എടുത്തുകൊണ്ട് എഴുതുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 34 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ ഒരുവൻ തന്നെ താൻ ത്യജിച്ച് ക്രൂശെടുത്ത് ദിനംതോറും അവനെ അനുഗമിക്കണം എന്ന് താൻ പരിശുദ്ധാത്മാവിൽ എഴുതുമ്പോൾ തന്റെ ഹൃദയം അവിടെ നിറഞ്ഞു കവിഞ്ഞ് തന്റെ ജീവിതത്തെ ഒരു കണ്ണാടിയിൽ എന്ന വണ്ണം അപ്പോൾ ആ മർക്കോസ് കാണുകയായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. और मैं ऐसे विचार कर रहा हूं, लगभग एक कोलोसियों की जो पत्री है उसके 6 साल के बाद मरकोस को परमेश्वर ने इस्तेमाल किया सुसमाचार का पत्र लिखने के लिए. मरकोस लिखने के लिए उसके जो है 8वें अध्याय उसके 34वें पद में जब वो लिखता है, जो मसीह के पीछे चलना चाहता है वो अपने आप को त्याग कर, अपने आप को भूल कर वो प्रभु के पीछे चलना है. जब वो ऐसे लिखता है तो बड़ी खुशी के साथ उसका दिल उमड़ रहा है. ഇന്ന് രാത്രിയിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പറയാമോ, അതേ കർത്താവേ, ക്രൂശ് എടുത്ത് നിന്നെ അനുഗമിപ്പാൻ ഞാൻ തയ്യാറാണ്. ദിവസം തോറും എന്നെ തന്നെ ത്യജിച്ച് നിന്റെ പിന്നാലെ വരുവാൻ ഞാൻ ഒരിക്കലും പിന്മാറിപ്പോകയില്ല. നിന്റെ പിന്നാലെ വരുവാൻ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും നിന്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ ഞാൻ തയ്യാറാണെന്ന് ഒരിക്കൽ കൂടി ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. आज रात एक बार और हम परमेश्वर के सामने अपने आप को समर्पित करेंगे. यीशु, मेरे जीवन में कुछ भी हो जाए मैं वापस नहीं लौटूंगा, मेरा क्रूस उठाकर मैं तेरे पीछे हो लूंगा. 5-ാമത്തെ ആളുടെ പേര് ഒരുപക്ഷെ ഇവിടെ മാത്രം കാണുന്ന പേരാണ് യുസ്തോസ് എന്ന പേരുള്ള യേശു. और युस्तोस कहलाने वाला यीशु वो व्यक्ति है, 5वां व्यक्ति जो है. തന്നോട് കൂടെ സഹകരിച്ച 8 പേരിൽ
യഹൂദന്മാരുടെ കൂട്ടത്തിലുള്ള 3 പേരാണ് ഉണ്ടായിരുന്നത്. അതിലൊരാളാണ് ഈ യുസ്തോസ് എന്ന പേരുള്ള യേശു. और इन 8 लोगों में से 3 लोग जो यहूदी थे, उसमें से एक व्यक्ति था युस्तोस. പുതുതായി ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരാളായിരിക്കാനാണ് സാധ്യത. और बिल्कुल नए तरीके से यीशु को स्वीकार किया हुआ व्यक्ति होगा ये. അരിസ്തർഹോസും മർക്കോസും ഒക്കെ അനേക വർഷം പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ യേശു എന്ന് പറയുന്ന യുസ്തോസ് ചില നാളുകൾ മാത്രമേ, ചില വർഷങ്ങൾ മാത്രമേ ആയിരിക്കുകയുള്ളൂ സുവിശേഷത്തിൽ വിശ്വസിച്ച് ദൈവഭാഗത്തേക്ക് കടന്നു വന്നിട്ട്. और पिछले जो मरकोस है, अरिस्तर्खोस है, ये लोग काफी समयों से प्रेरित पौलुस के साथ होंगे, लेकिन ये युस्तोस नाम का ये जो 5वां व्यक्ति है, बिल्कुल हाल ही में थोड़े समय पहले ही यीशु को जानकर उसके पीछे हो लिया है, पौलुस के पीछे हो लिया है. അങ്ങനെ പഴയ ആളുകളും പുതിയ ആളുകളും എത്ര വർഷമായോ ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടുന്നവരും പുതുതായി ദൈവസന്നിധിയിലേക്ക് വരുന്നവരും എല്ലാം കൂടെയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഘമാണ് പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്നത്. और अब ऐसे लोग प्रेरित पौलुस के साथ है जो बहुत ही अनुभवी है, काफी साल से पौलुस के साथ है, लेकिन कुछ लोग ऐसे भी हैं जो बड़े नए हैं और नए अनुभव के साथ वो प्रभु की सेवा में है, और सब प्रकार के लोग अब पौलुस की सेवा में उसके साथीदार हैं. ആ വ്യക്തിയെ കുറിച്ചും പൗലോസ് പറയുന്നത് 11ാം വാക്യത്തിൽ, എനിക്ക് കൂട്ടുവേലക്കാരായി എനിക്ക് ആശ്വാസമായി തീർന്നു. 2 കാര്യങ്ങൾ പറയുകയാണ്. എന്റെ കൂട്ടുവേലക്കാരൻ, എന്റെ കോവർക്കർ. വളരെ ജൂനിയറായ ഒരാളെ കുറിച്ച് അങ്ങനെ പറയണമെങ്കിൽ എത്ര വിശാലമായ ഒരു മനസ്സാണ് പൗലോസിനുള്ളത്. എന്റെ കൂട്ടുവേലക്കാരൻ എന്ന് പറയത്തക്കവണ്ണം എനിക്ക് ആശ്വാസമായി, എനിക്ക് കംഫർട്ട് ആയി എന്ന് പറയുവാൻ തക്കവണ്ണം ആ യുസ്തോസിനെ ദൈവം ഉപയോഗിച്ചു. പ്രിയമുള്ളവരെ, നമുക്കെല്ലാം ദൈവസന്നിധിയിൽ ശുശ്രൂഷകൾക്ക് ഭാഗം വഹിപ്പാൻ കഴിയുന്നവരെല്ലാം ദൈവം ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. लेकिन ऐसे नए आए हुए व्यक्ति के बारे में पौलुस कहता है वो मेरा सहकर्मी है, और ऐसा एक योग्यता पौलुस उसको देता है, सबको साथ में ले चलने वाला. आगे लिखता है, और ये ही मेरे प्रोत्साहन का कारण बना है. इस व्यक्ति के बारे में इतनी नम्रता से पौलुस उसका जिक्र कर रहा है. 6ാമത്തെ വ്യക്തിയുടെ പേരാണ് എപ്പഫ്രാസ്. और 6वें व्यक्ति का नाम है इपफ्रास. പ്രാർത്ഥനയിൽ പോരാടുന്നവൻ. और प्रार्थना में जो है सामना करने वाला, लड़ने वाला. കൊലോസ്യയിലേക്ക് താൻ ലേഖനം എഴുതി അയക്കുമ്പോൾ ആ കൊലോസ്യ സഭ ഒരുപക്ഷെ സ്ഥാപിച്ചത് എപ്പഫ്രാസ് ആയിരിക്കണം. അവിടുത്തെ പാസ്റ്ററായി പ്രവർത്തിക്കുമ്പോൾ പൗലോസിനെ കാണുന്നതിനു വേണ്ടി കൊലോസ്യയിൽ നിന്ന് റോമിൽ വരികയും തന്നോടൊപ്പം കാരാഗൃഹത്തിൽ കഴിയുകയുമാണ് എപ്പഫ്രാസ് ഇപ്പോൾ ചെയ്യുന്നത്. और इपफ्रास जो है कुलोसियों की कलीसिया का निर्माण करता है, और वहां के पास्टर के रूप में वो सेवा निभा रहा है. पौलुस जब रोम के बंदीगृह में था, उससे मिलने की आग्रह से अब वो रोम में आया हुआ है. അങ്ങനെ തന്നോടൊപ്പം കാരാഗൃഹത്തിൽ കഴിയുന്ന ഈ എപ്പഫ്രാസ് ചെയ്യുന്നത് ദിനംതോറും തന്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. और जब वो रोम में बंदीगृह में पौलुस के साथ है, वहां पर हम देखते हैं सदैव अपनी प्रार्थनाओं में बड़ी लगन से अपनी कलीसिया के लिए वो प्रार्थना कर रहा है. നിങ്ങൾ തികഞ്ഞവരും, 12ാം വാക്യം, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. और उसके 12वें वचन में प्रार्थना में बड़ी लगन से प्रयास करता है कि तुम परमेश्वर की समस्त इच्छा में परिपक्व और आश्वस्त होकर स्थिर रहो. പ്രിയ ദൈവദാസന്മാരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സഭാജനങ്ങൾക്ക് വേണ്ടി രാപകലില്ലാതെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ ദൈവം നിങ്ങളെ ഒരു ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഭൗതികമായ നന്മകൾക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ സൗഖ്യത്തിന് വേണ്ടി മാത്രമല്ല, ആത്മീകമായി അവർ വളരണമെന്നുള്ളതിനെ കുറിച്ചും ദൈവവചനത്തിൽ അവർ ഉറപ്പ് പ്രാപിക്കണമെന്നുള്ളതിനെ കുറിച്ചും നിങ്ങൾ ദിവസം തോറും പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്.
और मुझे सुनने वाले सारे परमेश्वर के लोगों को प्रभु की आत्मा यही कहती है, जो कलीसिया की जिम्मेदारी परमेश्वर ने तुम्हें सौंपी है, बड़े वफादारी के साथ, ईमानदारी के साथ, केवल उनकी भौतिक अनुग्रह के लिए केवल नहीं, लेकिन उनकी आत्मिक आशीषों के लिए, उन्नति के लिए तुम लगातार लगन से उनके लिए प्रार्थना करते रहो। ഏഴാമത്തെ വ്യക്തിയുടെ പേര് ലൂക്കോസ് എന്നാണ്. और 7वें व्यक्ति का नाम लूका है. ഈ കൂട്ടത്തിൽ വളരെ പരിചിതനായ വ്യക്തിയാണ് ലൂക്കോസ്. और इस झुंड में बहुत ही परिचित व्यक्ति है लूका. തനിക്ക് ദൈവം ഒരു പ്രത്യേക ട്രെയിനിങ് നൽകിയിരുന്നു. വൈദ്യനായ ലൂക്കോസ് എന്നാണ് എഴുതിയിരുന്നത്. താൻ ഒരു ഡോക്ടർ ആയിരുന്നു. और वो एक वैद्य था और उसका नाम भी इसी प्रकार से वैद्य लूका कर लिया गया है. ദൈവരാജ്യത്തിന് അങ്ങനെയുള്ള പ്രൊഫഷണൽസിനെയും ആവശ്യമാണ്. और परमेश्वर के राज्य में ऐसे प्रोफेशनल्स की भी जरूरी है. എന്നാൽ ഒരു കാര്യം നാം ശ്രദ്ധിക്കണം, തനിക്ക് ദൈവം നൽകിയിരുന്ന ആ പ്രൊഫഷനെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഏൽപ്പിച്ചപ്പോൾ താൻ പ്രതീക്ഷിക്കാത്ത ചില പ്രിവിലേജസിനെ, ഭാഗ്യങ്ങളെ ദൈവം ലൂക്കോസിന് നൽകി. लेकिन जब अपनी प्रोफेशन को परमेश्वर की नाम की महिमा के लिए उसने समर्पित किया, उसके जरिए परमेश्वर ने उसे अनुग्रह किया और प्रभु के राज्य के लिए उसे इस्तेमाल किया. നാം ഓർക്കണം, പുതിയ നിയമത്തിലെ 52 അധ്യായങ്ങൾ എഴുതുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിച്ചത് ഈ ലൂക്കോസിനെയാണ്. और नए नियम में एक पुस्तक लूका नाम का है, उसके 52 अध्यायों को लिखने के लिए परमेश्वर ने इस लूका का इस्तेमाल किया. ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും, ഇത് രണ്ടും എഴുതിയത് ലൂക്കോസ് ആണ്. പുതിയ നിയമത്തിന്റെ ഏകദേശം 1/5 ഭാഗം, ഏതാണ്ട് 20% ഈ പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ലൂക്കോസ് ആണ്. ഈ ലൂക്കോസ് താൻ ഡോക്ടറായിരുന്നു. എന്നാൽ തന്റെ പ്രൊഫഷൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് ലഭിക്കാത്ത വലിയ ഭാഗ്യം ദൈവം ലൂക്കോസിന് നൽകി. और इस नए नियम के 20% पुस्तक जो है वैद्य लूका के द्वारा लिखा गया है. लूका का जो सुसमाचार और प्रेरितों का काम, ऐसे बहुत सारे वचनों को लिखने के लिए प्रभु ने मदद और सहायता किया. तुम उसका प्रोफेशन को जब उसने प्रभु की नाम की महिमा के लिए समर्पित किया, परमेश्वर ने उसका इस्तेमाल किया है. നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പ്രൊഫഷൻ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ട്രെയിനിങ്, നിങ്ങളുടെ വിദ്യാഭ്യാസം, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും ഉപരിയായി, നിങ്ങൾ ചോദിക്കുന്നതിലും ഉപരിയായി അത്ഭുതകരമായി ദൈവം നിങ്ങളെ നടത്തുകയും നിങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യും. ഇന്ന് രാത്രിയിൽ ആ വചനം നിങ്ങൾ ഏറ്റെടുക്കണം. और इन वचनों को परमेश्वर के लोग अपने जीवन में स्वीकार कर ले. जो योग्यता, जो काबिलियत, जो समझ, बुद्धि, ज्ञान और प्रोफेशन प्रभु ने तुम्हें दिया है, वो प्रभु के नाम की महिमा के लिए जब आप समर्पित करोगे, आप निश्चय अनुग्रह पाओगे प्रभु से, और प्रभु की नाम की महिमा के लिए परमेश्वर तुम्हें इस्तेमाल करेगा. 8ാമത്തെ വ്യക്തിയാണ് ദേമാസ്. और 8वां व्यक्ति का नाम है देमास. ഈ കൊലോസ് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലന്റെ കൂടെ ഉണ്ടെങ്കിലും ചില വർഷങ്ങൾക്ക് ശേഷം ദൈവകൃപ വിട്ട് താൻ പിന്മാറിപ്പോയി. और जब ये कोलोसियों की पत्री वो पौलोस लिख रहा था, वो उसके साथ था, लेकिन कुछ सालों के पश्चात वो प्रभु की कृपा से जो है वो दूर हट गया. 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വളരെ വേദനയോടെ തിമോത്തിയോസിനോട് എഴുതുന്നുണ്ട്. ദേമാസ് ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി. और 2 तिमुथियुस का पुस्तक 4 अध्याय में बड़े दुख और दर्द के साथ देमास के बारे में पौलोस लिखता है कि संसार से प्रेम करके वो मुझे छोड़कर चला गया. അപ്പോസ്തലനോട് കൂടെ ചില വർഷങ്ങൾ താൻ ചെലവഴിച്ചുവെങ്കിലും ആ ആത്മാവിന്റെ ദർശനം ഏറ്റെടുക്കുവാൻ കഴിഞ്ഞില്ല. ലോകത്തോടുള്ള ഇമ്പം തന്നെ ലോകത്തിലേക്ക് നയിച്ചു. और प्रेरित पौलोस के साथ काफी साल रहने के बावजूद आत्मा का प्रकाशन वो देख नहीं पाया. संसार की अभिलाषाओं के पीछे मन लगाकर वो संसार की ओर चला गया. ചർച്ചിൽ വരുന്നുണ്ടെങ്കിലും
ആത്മാവിൽ ആരാധിക്കുന്നുണ്ടെങ്കിലും ദൃഷ്ടി ലോകത്തിലായി പോയാൽ, ഹൃദയം ലോകത്തിലേക്ക് ചാഞ്ഞു പോയാൽ അത് അപകടമാണ്. ഇന്ന് രാത്രിയിൽ അതൊരു വാണിംഗ് ആയി ദൈവം ഇന്ന് രാത്രിയിൽ നമ്മോട് അറിയിക്കുകയാണ്. നാം എത്ര നല്ല ആത്മീക പാരമ്പര്യമുള്ളവരാണെങ്കിലും ശത്രു നമ്മളുടെ പുറകിലുണ്ട്. നമ്മെ പിടിച്ച് താളടിയാക്കുവാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. അവന്റെ കെണിയിൽ പെട്ടുപോകുവാൻ ഇടയാകാതെ, ലോകത്തെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരുവാൻ നമ്മെയും നമ്മളുടെ കുടുംബങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. आइए हम अपने परिवारों को परमेश्वर के हाथों में समर्पित करेंगे। हम कितने भी आत्मिक हो और आत्मा में प्रभु की आराधना करते हैं, लेकिन अगर हमारा दिल और दिमाग इस दुनिया की ओर चला जाता है तो शैतान हमें उसकी ओर खींच लेगा, क्योंकि शैतान निरंतर हमें गिराने के लिए हमारे पीछे रहता है। इस बात को समझेंगे, सावधानी परखेंगे और प्रभु में ही बने रहेंगे। ഇക്കൂട്ടത്തിൽ എന്റെ വചനം കേൾക്കുന്ന മാതാപിതാക്കളോട് ദൈവം പ്രത്യേകമായി സംസാരിക്കുകയാണ്. നിങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഇനിയും കർത്താവിന് വേണ്ടി വലിയ വരുന്ന ഒരു തലമുറയാണ് നിങ്ങൾ വളർത്തിക്കൊണ്ട് വരുന്നത്. ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം വളർത്തിയെടുക്കുവാൻ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ചുമതലയാണ്. ഈ കാലഘട്ടത്തിൽ, ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ കൂടുതൽ സമയം കുഞ്ഞുങ്ങളുമായി നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവരെ വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുന്നത്? ദൈവവചനത്തിൽ ഊന്നിക്കൊണ്ട്, പരിശുദ്ധാത്മാവിൽ ഊന്നിക്കൊണ്ട്, പ്രാർത്ഥനയിൽ ഊന്നിക്കൊണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അവരെ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. ഒരു വലിയ തലമുറയെ ദൈവം തന്റെ പ്രവൃത്തിക്കായി നിയോഗിക്കുകയാണ്. और मुझे सुनने वाले प्यारे माता पिताओं से मुझे कहना है, तुम अपने बच्चों की परवरिश कैसे करते हो? प्रभु के भय में, आज्ञाकारिता में, प्रार्थना में उन्हें पालन पोषण करने के लिए एक बड़ी जिम्मेदारी प्रभु ने तुम्हें सौंपी है, और उस जिम्मेदारी को विश्वास योग्यता के साथ तुम्हें पूरा करना है। एक अच्छी पीढ़ी को मसीह में तैयार करने के लिए प्रभु हमें, प्रार्थना करने के लिए प्रभु हमें मदद करने पाए। ഇന്ന് രാത്രി വചനം കേട്ട നിങ്ങളുടെ ഹൃദയങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഒരൊറ്റ വിഷയം കൂടെ ഞാൻ പറയട്ടെ. 17-ാം വാക്യത്തിൽ, 16-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് അർഹിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണം എന്ന് പറവീൻ. അർഹിപ്പോസ് എന്ന ഒരാളെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. और उसके 17वें वचन में जो परमेश्वर की आत्मा मुझे सुनने वाले लोगों से कहना चाहती है, अर्खिपोस से कहना, जो सेवा प्रभु में तुझे सौंपी गई है उसे सावधानी से पूरा कर। ഈ അർഹിപ്പോസ് കൊലോസിയിലുള്ള ആളാണ്. ये अर्खिपोस जो है वो कुलोसिया का व्यक्ति है. പൗലോസ് തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ഈ വ്യക്തികളുടെ ഒക്കെ ഒരു ഛായാചിത്രം കാണിച്ചിട്ട് തിഹിക്കോസിനെ കുറിച്ച് പറഞ്ഞു, ഒനേസിമോസിനെ കുറിച്ച് പറഞ്ഞു, അരിസ്തർഹോസിനെ കുറിച്ച് പറഞ്ഞു, മർക്കോസിനെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ പറഞ്ഞ് ലൂക്കോസിനെ കുറിച്ച് പറഞ്ഞു. ഇവരെയൊക്കെ കാണിച്ചിട്ട് അർഹിപ്പോസിനോട് പറയുകയാണ്, അവരെ എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടി പറയുകയാണ്, ഈ വലിയൊരു നിര നീ കാണുന്നത് പോലെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്, അത് നിവർത്തിപ്പാൻ നീ നോക്കണം. और ये सारे लोगों का दृष्टांत बताकर जो है पौलोस अर्खिपोस से कहता है, जो जिम्मेदारी प्रभु ने तुझे सौंपी है सावधानी से उसे पूरी करने का प्रयास तू करते रहना. ദേവദാസന്മാരെ, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നിവർത്തിപ്പാൻ നിങ്ങൾ ജാഗരൂകരായിരിക്കണം. और परमेश्वर के दासों, प्रभु ने जो जिम्मेदारी तुम्हें सौंपी है उसे पूरी करने के लिए जागरूक आप रहना है. കർത്താവിൽ നിന്ന് ലഭിച്ച ശുശ്രൂഷയാണ്. और प्रभु से तुम्हें मिली हुई सेवकाई है. ഈ കേൾക്കുന്ന ഓരോരുത്തർക്കും ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. मुझे सुनने वाले सभी को प्रभु ने एक सेवकाई सौंपी है. അത് നിവർത്തിപ്പാൻ നിങ്ങൾ നോക്കണം. उसे पूरा करने का कोशिश तुम्हें करनी है. ഈ പ്രയാസമേറിയ ഒരു കാലഘട്ടം ദൈവം ഒരു സുവർണ കാലഘട്ടമാക്കി മാറ്റുവാൻ ശക്തനാണ്. ഇതിൽ നിന്ന് നാം പുറത്തു വരും. ഇതിൽ നിന്ന് പുറത്തു വരുമ്പോൾ അനേക ആത്മാക്കൾ ദൈവസന്നിധിയിൽ എഴുന്നേൽക്കുന്നത് കാണുവാൻ തക്കവണ്ണം ദൈവം സഭകളെ സഹായിക്കും. और ये कठिन समय है, लेकिन इन कठिन समयों में एक सुवर्ण
समय परमेश्वर हमारे सामने लाने वाला है और बड़ी उन्नति के साथ, जागृति के साथ कलीसिया हम परमेश्वर के लिए आगे बढ़ने वाले हैं। ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ, നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. और एक शब्द में मैं प्रार्थना करूंगा, अपनी आंखों को बंद करेंगे. എന്നോട് പറഞ്ഞിരുന്ന സമയത്തിൽ നിന്ന് അല്പം കൂടെ ഞാൻ കൂടുതൽ എടുത്തു എന്ന് എനിക്കറിയാം. നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു, നിങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും ഇങ്ങനെയുള്ള അവസരം ലഭിക്കാത്തത് കൊണ്ടാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ആണെങ്കിലും അല്പസമയം കൂടുതൽ എടുത്തുപോയത്. അത് നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഈ വചനം ഏറ്റെടുത്തുകൊണ്ട്, കർത്താവെ, നീ ഈ ശുശ്രൂഷകന്മാരെ പോലെ എനിക്കൊരു ശുശ്രൂഷ തന്നിട്ടുണ്ട്, അത് നിവർത്തിപ്പാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് സഭയുടെ ശുശ്രൂഷ വഹിക്കുന്നവർ മാത്രമല്ല, കേൾക്കുന്ന സഹോദരി സഹോദരന്മാരും കുഞ്ഞുങ്ങളുമെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് സ്തോത്രത്തിൽ ജാഗരിക്കാം. Thank you, Lord. Thank you, Lord. Hallelujah. Thank you, Lord. Thank you, Lord. പരിശുദ്ധ പിതാവേ, നിന്റെ സന്നിധിയിൽ വാത്സല്യ എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, സഹശുശ്രൂഷകരെ ഒക്കെയും ഏൽപ്പിക്കുന്നു, മഹാരാഷ്ട്രയെ ഏൽപ്പിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവോടെ വ്യാപരിച്ച് ഈ വലിയ പ്രയാസമേറിയ കാലഘട്ടത്തിൽ അനേകരെ നിന്റെ ഭാഗത്തേക്ക് നീ ആനയിച്ച് അത്ഭുതത്തിനും കർത്താവേ അതിശയത്തിനും കാരണമായി നീ സഭകളെ ഉപയോഗിക്കണമേ, നിന്റെ ദാസന്മാരെ ഉപയോഗിക്കണമേ. നേതൃത്വം കൊടുക്കുന്ന നിന്റെ ദാസന്മാർക്കായി സ്തോത്രം. വിശേഷാൽ പാസ്റ്റർ രാജു പി നായർക്കായി പ്രാർത്ഥിക്കുന്നു, എന്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഓരോ ചുമതലകൾ വഹിക്കുന്ന ഓരോ പാസ്റ്റർമാർക്കായി പ്രാർത്ഥിക്കുന്നു. വിവിധ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശേഷൽ പാസ്റ്റർ PJ തോമസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. താൻ വളരെ ഉത്സാഹത്തോടെ കർത്താവെ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് വീണ്ടും കണ്ട് അറിയുവാൻ തക്കവണ്ണം നീ ഇടയാക്കിയല്ലോ. അതോർത്ത് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തന്നെ അനുഗ്രഹിക്കണമേ, എല്ലാ സഭകളെയും അനുഗ്രഹിക്കണമേ, എല്ലാ ദൈവദാസന്മാരെയും അനുഗ്രഹിക്കണമേ. നിന്റെ കൃപ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. താങ്ക് യു പാസ്റ്റർ രാജു.